ഓം ശ്രീ ഗണേശ ശരദാ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമോ ഭഗവതേ സായി ദേവായ. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. ഭഗവത്ഗീത വിചാരത്തിന്റെ 106 പാർട്ടാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ദൈവാസുര സമ്പദ് വിഭാഗ യോഗത്തില് നമ്മള് 22 ശ്ലോകം. അപ്പൊ ഭഗവാൻ ഇതുവരെ പറഞ്ഞത്, കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്, നരകത്തിന് 3 വാതിലുകളാണുള്ളത്. കാമക്രോധസ്തഥാ ലോഭ. കാമം, ക്രോധം, ലോഭം എന്നുള്ള 3 വാതിലുകൾ നരകത്തിലേക്ക് നേരിട്ട് തുറക്കും. അപ്പൊ നമ്മൾ നോക്കിയാൽ അറിയാം, നമ്മുടെ ജീവിതാനുഭവങ്ങൾ ഇത് തന്നെയാണ് നരകം. ഭൂമിയിൽ തന്നെയാണ് നരകം, ഭൂമിയിൽ തന്നെയാണ് സ്വർഗം. ഈ കാമക്രോധ ലോഭങ്ങളിൽ ജീവിച്ചുകൊണ്ട് നമ്മള് ആസുര സമ്പത്തോടുകൂടി, ആസുര സ്വഭാവത്തോടുകൂടി ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ശരിക്കും എത്രയൊക്കെ ഭൗതികമായ പുറമേ നിന്ന് നോക്കുമ്പം ഭൗതികമായ ഒരുപാട് പണവും വീടും കാറും ഒക്കെ ഉണ്ടെങ്കിലും അവര് അസുരന്മാരാണ്. എല്ലാ അസുരന്മാർക്കും ഉണ്ടായിരുന്നല്ലോ വലിയ വലിയ കെട്ടിടങ്ങളും കാറുകളും വീടുകളും രാജപദവിയൊക്കെ പണ്ടത്തെ നമ്മുടെ പുരാണങ്ങളിൽ കണ്ടിട്ടില്ലേ. പക്ഷെ അവരുടെ ജീവിതത്തിന് എന്തൊരു വേസ്റ്റ് ഓഫ് ലൈഫ്, അതാണ് ഭഗവാൻ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള വാതിലുകൾ നമുക്ക് അടയ്ക്കണമെന്നുണ്ടെങ്കിൽ ആ ദൈവസമ്പത്തികൾ വളർത്തിക്കൊണ്ട് ഈശ്വരനിൽ ശരണാഗതരാകുക. ഈശ്വരബുദ്ധി, ഈശ്വരൻ സർവത്ര നിറഞ്ഞിരിക്കുന്നു, എല്ലാം അറിയുന്ന ഈശ്വരൻ. ആ ഒരു ഭാവത്തോടുകൂടി നമ്മൾ ഈശ്വര ബുദ്ധിയിലേക്ക് വരുമ്പം താനേ തന്നെ ഈ കാമക്രോധ ലോഹങ്ങൾക്ക് കുറവുണ്ടാവും. അങ്ങനെ നമ്മൾ ആ നരകത്തിലെ വാതിലുകൾ നമുക്ക് അടയ്ക്കാനായിട്ട് പറ്റും എന്നാണ് ഭഗവാൻ പറയുന്നത്. ഏതൈർവിമുക്ത കൗന്ദേയ തമോദ്വാരൈസ്ത്രിഭിർനഃ ആചാര്യത്താത്മനശ്രേയസ്തതോ യാതി പരാം ഗതിം. അല്ലയോ കൗന്ദേയ, തമോവാമൈ, ആ ഇരുളടഞ്ഞ നരകത്തിന്റെ വാതിലുകളായ 3 വാതിലുകളാണ്. ത്രിഭി എന്ന് പറയുന്നത് 3 കാമക്രോധ ലോഭങ്ങളാകുന്ന ഈ 3-ൽ നിന്നും വിമുക്ത നരന് തീർച്ചയായിട്ടും വിട്ടുപോരാൻ കഴിയുന്ന ആൾ ആത്മനോ ശ്രേയ ആചരതി. അവനവന്റെ ആത്മാവിന് ഉന്നതി ഉണ്ടാകുവാനുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അതിനുവേണ്ടി അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്നു. അപ്പോഴെന്തുണ്ടാകുന്നു? തതം തുടർന്ന് പരാം ഗതിം യാതി, ബ്രഹ്മപ്രാപ്തി, പരബ്രഹ്മപ്രാപ്തി, അതായത് മോക്ഷം, അതായത് ഈശ്വര സാക്ഷാത്കാരം, സത്യസാക്ഷാത്കാരം, ബോധം എന്നൊക്കെയുള്ള ആ പരമമായ മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം, മനുഷ്യ ജന്മം തന്നതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. അല്ലയോ കുന്തിപുത്ര, ഇരുളടഞ്ഞ നരകത്തിന്റെ വാതിലുകളായ കാമക്രോധ ലോഭങ്ങൾ ഈ 3-ൽ നിന്നും വിട്ടുപോരാൻ കഴിഞ്ഞ ഒരു മനുഷ്യന് തൻ്റെ സംസാര മോക്ഷത്തിനുള്ള വഴി, ലോക ജീവിതം, ഭൗതിക ജീവിതത്തിൽ നിന്നും മുക്തനാകാനുള്ള വഴി അതുവഴി കിട്ടുന്നു. ബ്രഹ്മപ്രാപ്തി എന്ന പരമമായ ആ ഒരു ലക്ഷ്യത്തിൽ അയാൾ എത്തിച്ചേരുന്നു എന്നാണ് പറഞ്ഞത്. ആചരത്യാത്മനശ്രേയ, ആചരിക്കണം, അത് ചെയ്യുന്നത് കൊണ്ട്. കാമക്രോധാദി വികാരങ്ങളെ അകറ്റി അഹംബോധത്തെ ലഘൂകരിക്കുകയാണ് ആത്മശ്രേയസ്സിനുള്ള മാർഗം. അതായത് നമ്മുടെ അഹന്ത കുറയ്ക്കണം, നമ്മുടെ മമത കുറയ്ക്കണം, എൻ്റെ നിന്റെ എന്നുള്ള കർത്തൃഭാവം തുറക്കണം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആസുര സമ്പത്ത് ഉപേക്ഷിച്ച് ദൈവീക സമ്പത്ത് അംഗീകരിക്കും. അങ്ങനെ ആകുമ്പോൾ കാമക്രോധാദി അസുര സമ്പത്ത് അവിദ്യാമാർഗം, അജ്ഞാനത്തിന്റെ മാർഗമാണ്, ഇരുളടഞ്ഞ മാർഗമാണ് എന്ന് നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് നമ്മൾ അഭയം നൽകുന്നതായ ദൈവീ സമ്പത്തുകള് വിദ്യാമാർഗം, അതായത് വിദ്യ എന്ന് വെച്ചാൽ
പ്രകാശമുള്ള മാർഗം, ആ പ്രകാശമുള്ള മാർഗത്തിലേക്ക് നമ്മൾ സ്വീകരിക്കും. അവിദ്യാമാർഗത്തിൽ നിന്നും എവിടെ നിൽക്കുന്നുവോ അവിടെ നിന്നുകൊണ്ട് തന്നെ അസുര സമ്പത്തിനോട് സമരം ആരംഭിക്കുമ്പോൾ വിദ്യാമാർഗത്തിലേക്ക് തിരിഞ്ഞു എന്നാണ് അർത്ഥം. അതായത് നമ്മൾ സ്വയം ആത്മപരിശോധന ചെയ്യുമ്പോൾ എനിക്ക് ഈ ദുർഗുണങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ അസുര സമ്പത്തുകളാണ്, ഇതെനിക്ക് ഉപേക്ഷിക്കണം എന്ന് നമ്മൾ വിചാരിച്ച് ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുമ്പോ തന്നെ നമ്മൾ ആ ദൈവ സമ്പത്തിലേക്കുള്ള ആദ്യത്തെ ചുവടാണ് എടുക്കുന്നത്. അത് സ്വയം തന്നെ ചെയ്യാനേ പറ്റൂ, വേറെ ആർക്കും തിരുത്താനോ മാറ്റാനോ പറ്റില്ല. അങ്ങനെ മാറ്റാൻ പറ്റുമെങ്കിൽ ഈ ലോകം എന്ത് നന്നായി പോയേനെ? ആർക്കും പറ്റില്ല, അവനവൻ തന്നെ വിചാരിക്കണം. അപ്പൊ പിന്നെ ഭൗതിക സങ്കല്പങ്ങളോടും വികാരങ്ങളോടുമുള്ള മാനസിക ഭാവം എന്താണ് എന്നും അതൊക്കെ പിന്നെ മാറ്റിക്കൊണ്ട് കർമ്മവാസനയെ പോഷിപ്പിക്കാതെ ഇരിക്കുകയാണെങ്കിലാണ് ഈ വിദ്യാമാർഗത്തിലേക്ക് പ്രവേശനം ലഭിക്കുന്നത്. അതല്ല അതിനെയൊക്കെ പോഷിപ്പിച്ചുകൊണ്ട് ഭൗതിക മാർഗത്തിൽ തന്നെ നിൽക്കാനാണ് ഭാവമെങ്കിൽ വീണ്ടും ആ മാർഗം അവിദ്യയുടേതായി തീരും. തൽക്കാലം എവിടെ നിന്നാലും സങ്കല്പങ്ങളുടെയും വികാരങ്ങളുടെയും നിന്നും വിരക്തനാവാനാണ് ശ്രമമെങ്കിൽ മാർഗം വിദ്യയുടേതാണ്. അപ്പൊ നമ്മള് ഒക്കെ സങ്കല്പ സൃഷ്ടി കൊണ്ടാണ് ഈ അഹങ്കാരവും അഹന്തയും ഞാനെന്ന ഭാവവും ഞാനാണ് കർത്താവ്, ഞാനാണ് സർവൻ, ഇതൊക്കെ നമുക്കുണ്ടാവുന്നത് അജ്ഞാനം മൂലമാണ്. ആ അജ്ഞാനം ഉപേക്ഷിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മള് വിദ്യാമാർഗത്തിലേക്ക് പ്രവേശിക്കും. അത് ക്രമേണ പെട്ടെന്നും പറ്റില്ല, അജിരേണയാണ്. എല്ലാം ഭഗവാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അജിരേണാധിഗച്ഛതി. പെട്ടെന്ന് ഫാസ്റ്റ് ഫുഡ് പോലെ ഒന്നും കിട്ടില്ല. പതുക്കെ നമ്മൾ ആ മാർഗത്തിലേക്ക് തിരിഞ്ഞ് അതിലേക്ക് അങ്ങനെ ചരിച്ചു തുടങ്ങുമ്പം, പതുക്കെ പതുക്കെ നടന്നു തുടങ്ങുമ്പം ഭഗവാനും നമ്മളിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ അടുത്തടുത്ത് വരാൻ തുടങ്ങും. അപ്പൊ നമുക്ക് ആ മാർഗം സുഗമമാവാൻ തുടങ്ങും. അങ്ങനെ നമ്മള് ബ്രഹ്മപ്രാപ്തി എന്ന ലക്ഷ്യത്തിലോട്ട് പതുക്കെ പതുക്കെ അടുക്കാനായിട്ട് തുടങ്ങും. അതിനാണ് കാമക്രോധ ലോഭങ്ങളെ ഉപേക്ഷിക്കുന്ന ആൾ സംസാര ജീവിതത്തിലെ മോക്ഷമാർഗത്തിലേക്ക് തിരിയുന്നു, മോക്ഷമാർഗത്തെ അംഗീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നതെന്നാണ് ഭഗവാൻ പറയുന്നത്. ഈ വ്യക്തമായ സത്യദർശന മാർഗം അംഗീകരിക്കാതെ ഈശ്വരകാര്യത്തിൽ പോലും തോന്നിയ പോലെ തോന്നിയവാസം പ്രവർത്തിക്കുന്ന ഒരിക്കലും ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയില്ല എന്നാണ് അടുത്തതായിട്ട് ഭഗവാൻ പറയാൻ പോണത്. കാരണം നമ്മൾ പറഞ്ഞാല് നമുക്ക് ഇഷ്ടം പോലെയൊക്കെ നമ്മൾ ഈ നമ്മുടെ സത്യമാർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വേദങ്ങള്, ശാസ്ത്രം എന്ന് പറയണം. ശാസ്ത്രവിധി പ്രകാരം എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് സനാതന ധർമ്മത്തിൽ, ഹിന്ദു ധർമ്മത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, ആചാര്യന്മാര് പറഞ്ഞു തരുന്നുണ്ട്. എല്ലാവരും നമ്മളെ ഉപദേശിക്കാൻ ഒരുപാട് പേരുണ്ട്. എന്നിട്ടും ഇഷ്ടപ്രകാരമാണ് ചെയ്യാനാണ് ഭാവമെങ്കിൽ എന്നാണ് അടുത്ത സ്വാമി പറയാൻ പോകുന്നത്. യശാസ്ത്ര വിധിമുത്സൃജ്യ വർത്തതേ കാമകാരതഃ ന സ സിദ്ധിമവാപ്നോതി ന സുഖം ന പരാം ഗതിം. ന സുഖം ന പരാം ഗതി. സുഖവും കിട്ടില്ല, മോക്ഷവും കിട്ടില്ല. അങ്ങനെയുള്ളവർക്ക് ശാസ്ത്രവിധി ഉത്സുജ്യ, ശാസ്ത്രവിദ്യകളെയൊക്കെ വ്യക്തമായ നിർദ്ദേശങ്ങളെയൊക്കെ ഉണ്ട്, അതൊക്കെ പുറന്തള്ളിയിട്ട്, ഉത്സുജ്യ പുറന്തള്ളിയിട്ട് ആരാണോ തനിക്കിഷ്ടപ്രകാരം ജീവിക്കുന്നത് അവർ സിദ്ധിന അവാപ്നോതി, അവരൊരിക്കലും ലക്ഷ്യത്തിൽ എത്തുകയില്ല. ലക്ഷ്യം എന്താണ്? ഈശ്വര സാക്ഷാത്കാരം. സുഖം, അതിലൊരിക്കലും അവർക്ക് എത്തിച്ചേരാൻ പറ്റില്ല. സുഖം അനുഭവിക്കുവാൻ അവർക്ക് പറ്റുകയില്ല. സത്യദർശികളുടെ ശാസ്ത്രത്തിന്റെ വ്യക്തമായ നിർദ്ദേശങ്ങളെ പുറന്തള്ളിക്കൊണ്ട് ആരാണോ തനിക്ക് തോന്നുന്നത് പോലെ ജീവിക്കുന്നത് അവർ ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയില്ല, സുഖം അനുഭവിക്കുകയുമില്ല, ബ്രഹ്മപ്രാപ്തിയും കൈവരിക്കുന്നില്ല. സ്പഷ്ടമായിട്ടാണ് ഭഗവാൻ അത് പറയുന്നത്. സിദ്ധിവമാപ്നോതി, വ്യക്തമായ ശാസ്ത്രവിധി ഉൾക്കൊള്ളുന്നതാണ് സത്യദർശനം. ശാസ്ത്രവിധി പുറന്തള്ളുന്നവർ സത്യത്തോട് അടുക്കുന്നതേയില്ല. എന്താണ് ശാസ്ത്രം? ശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ സയൻസ് അല്ല കേട്ടോ ശാസ്ത്രം, ഫിസിക്കൽ സയൻസ് അല്ല ശാസ്ത്രം. പിന്നെ സ്പിരിച്വൽ സയൻസിനാണ് നമ്മുടെ പുസ്തകങ്ങളിലൊക്കെ ശാസ്ത്രം എന്ന് പറയുന്നത്. അത് നമ്മൾ സ്പിരിച്വൽ സയൻസ് ആയിട്ട് തെറ്റിദ്ധരിക്കാൻ പാടില്ല. സ്പിരിച്വൽ സയൻസ് വെച്ചാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെ ഉൾപ്പെടുന്ന അതാണ് ഫിസിക്കൽ സയൻസ്. നമ്മുടെ ആത്മീയ സ്പിരിച്വൽ സയൻസ് ആത്മനെ മാത്രം, ഈശ്വരനെയും ആത്മനെയും മാത്രം ഉൾക്കൊള്ളുന്നതാണ് സ്പിരിച്വൽ ശാസ്ത്രം. എന്താണ് ശാസ്ത്രം?
സത്യം കണ്ടവരുടെ വ്യക്തമായ നിർദ്ദേശമാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. സത്യം കണ്ടവർ അധികാരഭേദമനുഷ്ഠിച്ച് സാധനങ്ങളിലോ അനുഷ്ഠാനങ്ങളിലോ വൈവിധ്യം വരുത്തി എന്ന് പറയാം. അവ എന്ത് തന്നെ ആയാലും എല്ലാ സത്യദർശികളും വ്യക്തമായ ചില സാമാന്യ നിർദ്ദേശങ്ങൾ തരുന്നുണ്ടാകും. എല്ലാ സത്യദർശികളും ഒരുപോലെ സത്യദർശനത്തിനായി നിർദ്ദേശിക്കുന്ന കാര്യമാണ് വൈരാഗ്യവും ഭക്തിയും. അപ്പൊ സത്യദർശിയിൽ തന്നെ ഏറ്റക്കുറിച്ചിലുണ്ടല്ലോ. അപ്പൊ അവരവരുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ചിലപ്പോ ചില ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നേക്കാം. ഭഗവാൻ തന്നെ പറയാണ് വന്നേക്കാം. പക്ഷേ വൈരാഗ്യം ഭക്തി എന്ന രണ്ട് മാർഗത്തിൽ ആർക്കും ഒരു ചേഞ്ചും വരുത്താൻ പറ്റില്ല. അതങ്ങനെ തന്നെ ആയിരിക്കും. ഭക്തിയും വൈരാഗ്യവും ആണ് ആർക്കും മാറ്റാൻ വയ്യാത്തതായ അത് കൂടിയേ തീരൂ. ഭൗതിക സങ്കല്പങ്ങളെയും വികാരങ്ങളെയും ലഘൂകരിക്കുന്നതാണ് വൈരാഗ്യം. വൈരാഗ്യം എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഭൗതിക ജീവിതത്തിനോടുള്ള ആസക്തി കുറച്ചുകൊണ്ട് നമ്മളിൽ തന്നെ ഒതുങ്ങിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സ്വീകരിക്കാനും ഉണ്ടാക്കാനും ഒക്കെ നടക്കാതെ നമ്മുടെ ആഗ്രഹങ്ങളെ ഭഗവാന്റെ സീലിംഗ് ഓൺ ഡിസയേഴ്സ്, അത് തന്നെയാണ് ആഗ്രഹങ്ങൾക്ക് പരിധി വെക്കുക. ആഗ്രഹങ്ങൾക്ക് പരിധി വെക്കുന്നതാണ് വൈരാഗ്യത്തിന്റെ ഒന്നാമത്തെ പടി. വൈരാഗ്യത്തിന്റെ ഒന്നാമത്തെ പടി ആഗ്രഹങ്ങൾക്ക് പരിധി വെക്കുക. എവിടെയൊക്കെയാണ്? പണത്തില്, സമയത്തില്, ചിന്തകൾ എല്ലാം ഭഗവാൻ പറയുന്നുണ്ട്. എല്ലാത്തിലും ആഗ്രഹത്തിന് പരിധി വെക്കണം. അല്ലാതെ പണം ആർജിക്കുന്നതിൽ മാത്രമല്ല നമ്മുടെ ആഗ്രഹം നിൽക്കുന്നത്. നമ്മുടെ സമയം വളരെ വാല്യുബിൾ ആണ്. നമ്മുടെ ചിന്തകൾ വളരെ വാല്യുബിൾ ആണ്. നമ്മുടെ മനസ്സ്, ഇതിലെല്ലാം നമ്മൾ പരിധി വെക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പം അങ്ങനെ വൈരാഗ്യവും ഭക്തിയും ഉണ്ടാക്കുക. സർവത്ര ഈശ്വരനെ പുലർത്തുക എന്നതാണ് ഭക്തി. ഭഗവാൻ എല്ലായിടത്തും ഉണ്ട് എന്നുള്ള വിശ്വാസം, അതിനാണ് ഭക്തി എന്ന് പറയുന്നത്. നമ്മൾ ഏത് ജീവിതഘട്ടത്തിൽ നിന്നാലും എന്തനുഷ്ഠിച്ചാലും ഈ ഭക്തിയും വൈരാഗ്യവും അല്പാൽപമെങ്കിലും നമ്മൾ വളർത്തിക്കൊണ്ടേയിരിക്കണം. ഒരുപാട് പെട്ടെന്ന് തന്നെ വൈരാഗ്യമായ സന്യാസിയായിട്ട് ഭഗവാനെ മാത്രം വിചാരിച്ച് ഭഗവാൻ മാത്രമേ ഉള്ളൂ, അതൊന്നും എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല. പതുക്കെ ഇപ്പൊ നെച്ചൂർജി തന്നെ എത്ര കാലം, എത്രയോ ചെറുപ്പം തൊട്ട് എത്ര വർഷം, 40 എനിക്കൊന്ന് 35 വർഷമായിട്ട് അദ്ദേഹം ഈ എല്ലാ ശാസ്ത്രങ്ങളും പഠിച്ച് രമണ മഹർഷിയുടെ ആശ്രമത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യനായി അങ്ങനെ ഇപ്പോഴാണ് ഈയിടെ 2-3-4 മാസത്തിന് മുമ്പാണ് സന്യാസം സ്വീകരിച്ചത്. അതിലേക്ക് വേണ്ടിയിട്ട് ഈ വൈരാഗ്യവും ഭക്തിയും വളർത്തുന്നതിനുള്ള സത്സംഗങ്ങളും പിന്നെ ശാസ്ത്ര പഠനങ്ങളും ചെയ്ത് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞ അദ്ദേഹത്തിനെ തന്നെയാണ് നമ്മൾ ഉദാഹരണമായിട്ട് എടുക്കേണ്ടത്. എത്ര മനോഹരമായിട്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുത്ത സത്സംഗം ചെയ്ത് അവസാനം നല്ല വൈരാഗ്യം വന്നപ്പോ എല്ലാം ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിച്ചു. അപ്പോഴേ അതിനുള്ള പ്രാപ്തി ഉണ്ടാവുകയുള്ളൂ. നമുക്ക് മനസ്സിലായില്ലേ? അപ്പൊ ഇത് അല്പാൽപമായിട്ട് നമ്മൾ ദിവസേന അല്പാൽപമായിട്ട് ഈ വൈരാഗ്യവും ഭക്തിയും നമ്മൾ വളർത്തിക്കൊണ്ടേയിരിക്കണം. ഇത് ചെയ്തില്ലെങ്കിൽ പുറമെ എന്തെല്ലാം കാട്ടിക്കൂട്ടിയാലും ലക്ഷ്യത്തോട് അടുക്കുകയില്ല. ഇത് ചെയ്യുന്ന ആളിന്റെ പുറമേയുള്ള കർമ്മപരിപാടികൾ തൽക്കാലം എത്ര വികലങ്ങളാണെങ്കിൽ പോലും അയാൾ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. ഇതാണ് ശാസ്ത്ര നിയമം. പുറമേയുള്ള കർമ്മങ്ങൾ ഈശ്വരപൂജയോ സധർമാനുഷ്ഠാനമോ എന്തു തന്നെ ആയാലും സത്യത്തെ സമീപിക്കുവാനുള്ള ശാസ്ത്ര നിയമം ഭക്തിയും ഭക്തിയും വിരക്തിയും ആണ്. ഈ നിയമം വിട്ടിട്ടുള്ള ഈശ്വരപൂജ കാര്യമായ ഫലമൊന്നും ചെയ്യുകയില്ല. ആത്മസത്യത്തോട് അടുക്കാത്ത ആൾക്ക് സുഖമോ മോക്ഷമോ ലഭിക്കുകയില്ലെന്ന് തീർച്ചയാണല്ലോ. അതുകൊണ്ട് അർജുനന് വ്യക്തമായ ശാസ്ത്ര നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ട് വേണം കർമ്മം സ്വധർമ്മം ചെയ്യാൻ പോവുകയാണല്ലോ അർജുനൻ, കർമ്മം അനുഷ്ഠിക്കാൻ പോവുകയാണ്. അതിലേർപ്പെടുമ്പോഴ് ഭഗവാൻ പറയുന്നത്, അതുകൊണ്ട് അർജുന ശാസ്ത്ര നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ട് വേണം കർമ്മം ചെയ്യുവാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ഈ അധ്യായം, അതായത് ദൈവാസുര സമ്പത്തി വിഭാഗ യോഗം എന്ന അധ്യായം ഭഗവാൻ ഉപസംഹരിക്കാൻ പോവുകയാണ് അടുത്ത ശ്ലോകത്തിലൂടെ. അർജുനനെല്ലാം വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, ഏതാണ് നല്ലതെന്നും പറഞ്ഞു. ഇനി ഭഗവാൻ അതിനെ ഉപസംഹരിക്കാൻ പോകണം. തസ്മാത് ശാസ്ത്രം പ്രമാണം തേ കാര്യകാര്യവ്യവസ്ഥിതോ ജ്ഞാത്വാ ശാസ്ത്രവിധാനോക്തം കർമ്മ കർത്തുമിഹർഷി. തസ്മാത് ശാസ്ത്ര നിയമം അനുസരിക്കാത്തവർക്ക് ലക്ഷ്യത്തെ പ്രാപിക്കുവാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട്, തസ്മാത് എന്ന് വെച്ചാൽ അങ്ങനെയുള്ളവർക്ക്
കാര്യകാരണ അവസ്ഥിതൗ, ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യാകാരണ, കാര്യം അകാരണം, അകാര്യം എന്നുള്ളതില് ചെയ്യാനും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങളെ തിരിച്ചറിയുന്ന വിഷയത്തിൽ തേ നിനക്ക് പ്രമാണം, അതായത് നിനക്കതാണ് പ്രമാണമായിട്ട് നീ വെക്കേണ്ടത്. അംഗീകരിക്കേണ്ട നിയമം, ശാസ്ത്രം സത്യദർശികളുടെ വ്യക്തമായ നിർദ്ദേശമാണ്. ശാസ്ത്രവിധാനോക്തം ജ്ഞാത്വ, അപ്പം ശാസ്ത്ര നിർദ്ദേശങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് ധരിച്ചുകൊണ്ട് ഈ ലോകത്തിൽ കർമ്മം കർത്തും, കർമ്മം ചെയ്യാൻ അർഹസി, സത്യാന്വേഷയ നീ ബാധ്യസ്ഥനാണ്. അതായത് ശാസ്ത്രവിധി പ്രകാരം സത്യദർശികളായ ശ്രേഷ്ഠരായ ഗുരുക്കന്മാർ തന്നിരിക്കുന്ന ശാസ്ത്രവിധി പ്രകാരം അതിനെല്ലാം ഉൾക്കൊള്ളുകൊണ്ട് അവരുടെ ആ നിർദ്ദേശങ്ങളെ സ്വീകരിച്ചുകൊണ്ട് പിന്നെ ശാസ്ത്ര നിർദ്ദേശങ്ങളിൽ പറഞ്ഞിരിക്കുന്നതിനെ വ്യക്തമായിട്ട് ധരിച്ചുകൊണ്ട് നീ നിന്റെ കർമ്മം ചെയ്താൽ സത്യാന്വേഷണ അത് ചെയ്യാൻ നീ ബാധ്യസ്ഥനാണ്. അങ്ങനെയാണ് നീ ചെയ്യേണ്ടത് എന്നാണ് അർജുനനോട് പറയുന്നത്. ശാസ്ത്ര നിയമം അനുസരിക്കാത്തവർക്ക് ലക്ഷ്യത്തെ സമീപിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് കൊണ്ട് ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ തിരിച്ചറിയുന്ന വിഷയത്തിൽ നിനക്ക് അംഗീകരിക്കേണ്ട നിയമം ഏതാണ്? ചെയ്യാൻ ഉള്ളത്, ചെയ്യാൻ പാടില്ലാത്തത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഏത് ചെയ്യാം, ഏത് ചെയ്തുകൂടാ? നമുക്ക് ഏത് ചെയ്യാം, ഏത് ചെയ്തുകൂടാ എന്നൊരു കൺഫ്യൂഷൻ വരും അല്ലേ? അർജുനനും ആ കൺഫ്യൂഷൻ വരും. അപ്പൊ എങ്ങനെയാണ് ചെയ്യാവുന്നതെന്ന് കണ്ടുപിടിക്കുക? സത്യദർശികൾ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ ശാസ്ത്ര നിയമങ്ങൾ, അതാണ് അന്വേഷിക്കേണ്ടത്, അതാണ് പിന്തുടരേണ്ടത്. സത്യദർശികളുടെ വ്യക്തമായ നിർദ്ദേശമാണ് ചെയ്യാവുന്നത്. അവരുടെ നിർദ്ദേശത്തിൽ പെടാത്തതൊക്കെ ചെയ്യരുതാൻ പാടില്ലാത്തതാണ്. മനസ്സിലായില്ലേ? ശാസ്ത്ര നിർദ്ദേശങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് വ്യക്തമായി ധരിച്ചുകൊണ്ട് ഈ ലോകത്ത് കർമ്മം ചെയ്യുവാൻ അർജുനൻ സത്യാന്വേഷിയാണ്. സത്യാന്വേഷിയായ അർജുനന് ബാധ്യസ്ഥനാണ്. ശാസ്ത്രം പ്രമാണന്തേ, നിന്റെ പ്രമാണം ശാസ്ത്രമാണ്, നിനക്ക് വഴികാട്ടേണ്ടത് ഈ ശാസ്ത്രമാണ് എന്ന് പറയാണ്. സത്യദർശിയുടെ വാക്കാണ് ഒരു സത്യാന്വേഷിക്ക് പ്രമാണം. സത്യം ദർശിച്ച് അതിനെ സാക്ഷാത്കരിച്ച ഒരാളിൽ നിന്ന് കിട്ടാത്ത ആൾക്കാരെക്കാളും അവരുടെ വാക്കിനല്ലേ പ്രാമാണ്യമുള്ളത്. അവരല്ലേ പറയുന്നതല്ലേ നമ്മൾ പ്രമാണമായിട്ട് എടുക്കേണ്ടത്. അപ്പം സത്യാന്വേഷിയായ ആൾ, സത്യാന്വേഷി എന്ന് വെച്ചാൽ ആരാണ്? ഈശ്വരാന്വേഷിയായ ഒരാൾ, ഈശ്വര സാക്ഷാത്കാരം ലഭിച്ച ഒരാളുടെ വാക്കുകളാണ് ശ്രദ്ധിക്കേണ്ടത്. അതാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. സത്യം കണ്ടെന്ന് ഒരുറപ്പുള്ള മഹാത്മാക്കളുടെ വാക്കുകളെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. ഇവിടെ തന്നെയും ഇപ്പോഴത്തെ കാലത്ത് വളരെ അപ്പോഴത്തെ കാലത്തെ ഭഗവാൻ പറയുന്നു ശ്രദ്ധയോടെ പെരുമാറേണ്ടതുണ്ട്. എന്തുകൊണ്ട്? സത്യം സാധിച്ചു കഴിഞ്ഞു, ഞാൻ ഈശ്വരപ്രാപ്തി നേടിയ ആളാണെന്ന് കള്ളം പറയുന്നവരും ഉണ്ടാകാം. അതുകൊണ്ട് സ്വാർത്ഥ താല്പര്യം വെച്ച ആളുകൾ അങ്ങനെ അഭിനയിക്കാറുമുണ്ട്, അന്നും ഇന്നും അഭിനയിക്കാറുമുണ്ട്. അതുകൊണ്ട് അവര് പലതും പറഞ്ഞു വെക്കും. അത് മഹാന്മാരായ സത്യദർശിയുടെ വാക്കുകളെ തെറ്റായി വ്യാഖ്യാനിക്കുകയും ചെയ്യും. അവര് കാര്യം കാണാനായി പലതും സ്വതയെ കൂട്ടിച്ചേർക്കുകയും ചെയ്യും. അതുകൊണ്ട് ശാസ്ത്രത്തിന് വന്നു പോകുന്ന ഈ പാകപ്പിഴകളെ പരിഹരിക്കാനാണ് യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത ഭഗവാൻ അവതരിക്കുന്നത്. എല്ലാ ജന്മത്തിലും ഇപ്പൊ പല 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 അവതാരങ്ങളാണ് കലിയുഗത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഗുരുക്കന്മാരുടെ രൂപത്തിൽ സത്യസായി, ഷിർഡിസായി, ശ്രീരാമകൃഷ്ണദേവൻ, രമണ മഹർഷി, പിന്നെ ചൈതന്യ മഹാപ്രഭു എന്ന് വേണ്ട എണ്ണമറ്റ നാരായണ ഗുരു, ചട്ടമ്പി സ്വാമി എന്ന് വേണ്ട എണ്ണമറ്റ ആൾക്കാരാണ്. ജ്ഞാനദേവർ, പിന്നെ നാമദേവർ എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇഷ്ടം പോലെ ജനങ്ങളാണ്. കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെ ഒരുപാട് അവതാര പുരുഷന്മാരുണ്ടായിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ എന്തിനാണ് വരുന്നത്? ഈ കള്ളത്തരം കാണിച്ചുകൊണ്ട് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സത്യദർശികളാണെന്ന് അഭിനയിച്ചുകൊണ്ട് മറ്റുള്ളവരെ പറ്റിക്കുന്നവരെ, ജനങ്ങളെ പറ്റിക്കുന്നവരിൽ നിന്നും അവരെ രക്ഷിക്കുവാനായിട്ട് ഭഗവാൻ തന്നെ അവതരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കർമ്മകാണ്ഡങ്ങൾക്കും വേദഭാഗങ്ങൾക്കും ഒക്കെ പ്രാധാന്യം കൊടുത്ത് ആസുരങ്ങളായ പൂജാവിധികളൊക്കെ പറഞ്ഞ് നടപ്പാക്കി ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുണ്ട് ആൾക്കാരല്ലേ? പലതരത്തിലുള്ള അവര് പറയുന്ന, ഇപ്പൊ
നമ്മളിപ്പോ യൂട്യൂബ് തുറന്നാൽ കാണാം, എന്തെല്ലാം കാണാം എന്നറിയോ. നിങ്ങൾ അങ്ങനെ ചെയ്യൂ, ഇതിൽ തൊടൂ, അതിൽ തൊടൂ, ഇങ്ങനെ ചെയ്യൂ, ഇങ്ങനെ പൂജ ചെയ്യൂ, അങ്ങനെ 100,000 ആചാര്യന്മാരെ അവിടെ ഇരുന്ന് ഓരോണ്ട് പറയണ ചുമ്മാതെയാണോ, ഒന്നും നടക്കാൻ പോണില്ല. നമ്മൾ നടക്കാൻ പോണം. നമുക്ക് സ്വഭാവശുദ്ധി ഉണ്ടെങ്കിൽ, നമുക്ക് ഈശ്വരഭക്തി ഉണ്ടെങ്കിൽ, നമ്മളോട് പ്രാർത്ഥന ഭഗവാൻ കേൾക്കുമെങ്കിൽ നമുക്ക് സാധിക്കും. അല്ലാതെ ആരെന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും നടക്കില്ല, വെറുതെ പറയുകയാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാൻ പാടില്ല. സത്യം കണ്ടെത്തുന്നവരെന്ന് ലോകം മുഴുവൻ സമ്മതിക്കുന്ന മഹാപുരുഷന്മാരുടെ വാക്കുകൾ സാമാന്യമായി വിവരിക്കുന്ന സത്യമാർഗം ഒന്ന് തന്നെ ആയിരിക്കും. അതായത് ഇപ്പൊ അമൃതാനന്ദമയി പറയുന്നതും സത്യസായി ബാബ പറയുന്നതും ഷിർഡി സായിബാബ പറയുന്നതും ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നതും നാരായണ ഗുരു പറയുന്നതും ഒക്കെ ഒരേ കാര്യങ്ങളായിരിക്കും. അതിൽ മാറ്റമുണ്ടാവില്ല. കാര്യം അവരെല്ലാവരും സത്യദർശികൾ തന്നെയാണ്. മനസ്സിലായില്ലേ? അതല്ലാത്തവര് പറയണം നമുക്ക് വായിച്ചു ഇപ്പൊ അമൃതാനന്ദമായി ഇടുന്ന അത് വായിക്കുമ്പോ കഥകൾ പോലും സ്വാമി പറഞ്ഞ കഥയുമായിട്ടാണ് സാമ്യമുണ്ട്. അപ്പൊ കാരണം എന്താണ്? സത്യമല്ലേ, അതിന് മാറ്റമില്ലല്ലോ. സത്യം എപ്പോഴും ഒന്ന് തന്നെയായിരിക്കും, നശ്വരമായ. ഒരിക്കലും അതിന് ശാശ്വതമായ സത്യത്തിന് മാറ്റമില്ല. അത് ഒരിക്കലും മാറില്ല. ആര് പറഞ്ഞാലും അത് സത്യം തന്നെയായിരിക്കും. അല്ലാത്തവരെന്താണ്? കപടവേഷധാരികളായ ആൾക്കാർ സത്യദർശനം ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കുവാനായിട്ട് പല ആചാരങ്ങളും അതും ഇതൊക്കെ ചെയ്യാനായിട്ട് നമ്മളോട് പറയും. അങ്ങനെ യാഗാദി കർമ്മങ്ങളും മറ്റും നിരന്തരം അനുഷ്ഠിച്ചു കഴിഞ്ഞുകൂടിയാൽ അത് തോന്നിയ പോലെ ചെയ്യുന്നതായി തീരും. മനസ്സിലായില്ലേ? അപ്പോ നിഷ്കാമമായിട്ട് ഈശ്വരാർച്ചന രൂപത്തിൽ നമ്മൾ കർമ്മം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായ രീതി. അല്ലാതെ നമ്മൾ എന്തൊക്കെ ചെയ്താലും, ആരാധന രൂപത്തിൽ ചെയ്താലും അതിലൊക്കെ നമുക്കൊരു തോന്നിയവാസം ഉണ്ടാവും, ശാസ്ത്രവിധി പ്രകാരം അല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത്, സത്യാന്വേഷണത്തിന് പോകുന്ന ആൾ, സത്യാന്വേഷണത്തിന് ഉപകരിക്കുന്ന കർമ്മശാസ്ത്രം, ഈ ഭഗവത്ഗീതയിൽ തന്നെ വ്യക്തമായിട്ട് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. നിഷ്കാമമായിട്ട് കർമ്മം ചെയ്യുക, സ്വധർമ്മം അനുഷ്ഠിക്കുക, നിങ്ങൾക്ക് ഈശ്വരപ്രാപ്തി ഉണ്ടാകും. ഇതുപോലെ സത്യാന്വേഷണ വാക്കുകളെന്ന് പൂർണ്ണ ബോധ്യം വരുന്ന വ്യക്തമായി അനുസരിച്ചാലേ സത്യപഥം നമുക്ക് തെരഞ്ഞു കിട്ടൂ എന്നാണ് ഭഗവാൻ അർജുനനോടും നമ്മളോടും പറയുന്നത്. പിന്നെ അധ്യായ സംക്ഷേപമാണ്. ഈ അധ്യായത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? പൂർണ്ണ സത്യത്തിന്റെ സ്വരൂപവും അനുഭവ രഹസ്യവുമാണ് ഭഗവാൻ 15-ാം അധ്യായത്തിൽ വിവരിച്ചത്. തുടർന്ന് 16-ാം അധ്യായത്തിൽ അത് സ്ഥാനപരങ്ങളായ 2 ജീവിതഗതികൾ, മറ്റേത് ഗുണത്രയ വിഭാഗമായിരുന്നു, 3 ഗുണങ്ങളെയായിരുന്നു പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഭഗവാൻ പറഞ്ഞ 2 ജീവിത രീതിയേ ഉള്ളൂ. ഒന്ന് അസുരൻ, ഒന്ന് നന്മ, ഒന്ന് തിന്മ, ഒന്ന് ആസുരികം, ഒന്ന് ദൈവികം. ഇങ്ങനെ അത് ആ ജീവന്മാർക്ക് 2 ജീവഗതികളേ ഉള്ളൂ. ഒന്ന് സത്യാഭിമുഖം, ഈശ്വരാമുഖം പോകുന്നത്, മറ്റൊന്ന് സത്യത്തിന് പുറംതിരിഞ്ഞ് അവനവന്റെ ഇഷ്ടപ്രകാരം ഭൗതികത്തിലേക്ക് പോകുന്നത്. സത്യാഭിമുഖമായി ഗമിക്കുന്നവരാണ് ദേവവർഗത്തിൽപ്പെട്ടവർ. പുറംതിരിഞ്ഞു പോകുന്നവർ അസുരവർഗക്കാരാണ്. അതായത് സത്യത്തിൽ നിന്നും പിന്തിരിഞ്ഞ് അവർക്ക് ഇഷ്ടപ്പെട്ട മാർഗത്തിലൂടെ ഭൗതികമായ ജീവിതത്തിലേക്ക് പോകുന്നവരൊക്കെ അസുരവർഗത്തിൽപ്പെട്ടവരാണ്. പുറംതിരിഞ്ഞു നിൽക്കുന്നവർ അസുരവർഗക്കാരാണ്. അഭയം തുടങ്ങി പിന്നെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരുപാട് ഗുണങ്ങൾ പറഞ്ഞു, ഭയമില്ലായ്മ, അതൊക്കെയാണ് അതായത് ദൈവിക സമ്പത്തായിട്ട് പറഞ്ഞത്. മോക്ഷമാർഗമാണ് ദൈവിക സമ്പത്ത്. ആസുരി സമ്പത്ത് ബന്ധമാർഗമാണ്. നമുക്ക് ഒരിക്കലും ജനന മരണ ചക്രത്തിൽ നിന്ന് ഒരിക്കലും മോക്ഷം ഉണ്ടാവില്ല. ആസുരന്മാരായിട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും തെറ്റായ ജീവിതം നയിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും തെറ്റായ മാർഗങ്ങളിൽ പോകുന്നുണ്ട്. ഇതിലും മോശപ്പെട്ട ജന്മമായിരിക്കും നമുക്കിനി കിട്ടാൻ പോണം. ഒന്നുകിൽ മഹാദുഷ്ടന്മാരായിട്ട് ജനിക്കും, അല്ലെങ്കിൽ മഹാചണ്ടാളന്മാരായിട്ട് ജനിക്കും, അല്ലെങ്കിൽ പാമ്പായിട്ടോ കീരിയായിട്ടോ മൃഗങ്ങളായിട്ട് ജനിക്കും, അല്ലെങ്കിൽ കഴുകനായിട്ടോ പരുന്തായിട്ടോ ജനിക്കും. അങ്ങനെ മോശപ്പെട്ട ജീവിതജാലങ്ങളിൽ ചെന്ന് നമുക്ക് ജനിക്കേണ്ടി വരും. അതുകൊണ്ടാണ് പിന്നെ ഭഗവാൻ പറഞ്ഞത് അസുരവർഗക്കാരുടെ സമ്പത്ത്, ദേവീ സമ്പത്ത് മോക്ഷമാർഗമാണ്, ആസുരി സമ്പത്ത് ബന്ധന മാർഗവും. പാണ്ഡവന്മാർ ദേവീ സമ്പന്നന്മാരാണെന്ന് ഭഗവാന് ഉറപ്പ് ചെയ്യുന്നു. തുടർന്ന് അസുരവർഗത്തെ ഭഗവാൻ വിശദമായി ചിത്രീകരിച്ച് കാണിക്കുന്നു. അസുരവർഗക്കാർക്ക് പ്രവൃത്തി എന്തെന്നോ നിവൃത്തി എന്തെന്നോ നിശ്ചയമില്ല. പ്രവൃത്തി മാർഗവും നിവൃത്തി മാർഗവും അവർക്ക് അറിയില്ല. ഈശ്വരനെ അവർ അംഗീകരിക്കുന്നില്ല. അവർക്ക് അവരുടെ ആശയ്ക്ക് ഒരിക്കലും അതിരില്ല. അനന്ത സങ്കല്പങ്ങളിൽപ്പെട്ടവർ സദാ ഉഴലുന്നു. തന്നെ കവിഞ്ഞ് ആരുമില്ലെന്ന് ആസുരി സമ്പന്നന്മാർ അഹങ്കരിക്കുന്നു. അവർ സ്വദേഹത്തിലും പരദേഹത്തിലും ഈശ്വരാംശമായ ആത്മാവിന്റെ ശത്രുക്കളായിട്ട് പെരുമാറുന്നു. അവർക്ക് ആസുരയോനികൾ പതിച്ച്
നിത്യ നരകം എന്നും എല്ലാ ജന്മങ്ങളിലും അവർക്ക് നരകം തന്നെയാണ് അനുഭവിക്കേണ്ടി വരിക. കാരണം അവര് കാമം ക്രോധം ലോഹം എന്ന 3 നരകവാതികൾ തുറന്നു വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് കാമം ക്രോധം ലോഹം എന്ന നരകത്തിന്റെ വാതിലുകൾ ഒഴിവാക്കുന്നവർക്ക് മാത്രമേ ആത്മശ്രേയസ് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് കർമ്മമാർഗത്തിൽ ശാസ്ത്രത്തെ പ്രമാണമായിട്ട് അംഗീകരിച്ചിട്ടുള്ളത്, ശാസ്ത്രം എന്ന് വെച്ചാൽ സത്യദർശികൾ ചെന്ന മാർഗം, നമുക്ക് ഏത് രീതിയിലാണ് ജീവിക്കേണ്ടതെന്ന് സത്യദർശിയിൽ കൃത്യമായിട്ട് മാർഗനിർദ്ദേശം തന്നിട്ടുണ്ട്. ആ മാർഗത്തെ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ, വിശദമായി ആ മാർഗത്തെ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ, ഭഗവാൻ പറഞ്ഞ തീർച്ചയായിട്ടും നിനക്ക് സത്യാന്വേഷണത്തിന് എത്താൻ പറ്റും, നിനക്ക് സത്യമാർഗത്തിലൂടെ ചരിച്ചുകൊണ്ട് ഈശ്വരപ്രാപ്തി നേടാനാകും എന്ന് കൃത്യമായിട്ട് ഭഗവാൻ അർജുനനോട് പറയണം. അതുകൊണ്ട് അർജുനനോട് പറയാണ്, അതുകൊണ്ട് ദൈവസമ്പത്തിയുള്ള നീ സത്യദർശകരുടെ മാർഗം അവലംബിച്ചുകൊണ്ട് നിന്റെ സ്വധർമ്മം അനുഷ്ഠിക്കൂ അർജുന എന്ന് പറഞ്ഞ് ഭഗവാൻ ഈ ഈ ഈ ചാപ്റ്റർ സംഹരിക്കുകയാണ്, ഉപസംഹരിച്ചു. ശ്രീമദ് ഭഗവത്ഗീതാസു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ദൈവാസുര സമ്പത്തി വിഭാഗയോഗോ നാമ ഷോഡശോധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം. അധ്യായം 17. അധ്യായം 18 വരെയാണ് നമുക്കുള്ളത്. ഇനി 2 അധ്യായം കൂടെ ഉള്ളൂ. 17ാമത്തെ അധ്യായം ശ്രദ്ധാത്രയ വിഭാഗയോഗം. അതിലുമുണ്ട് 3, ശ്രദ്ധയ്ക്കുമുണ്ട് 3 ഭാഗം. ഭക്തിയാണ് ശ്രദ്ധ, വിശ്വാസത്തിനാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. ഷിർഡി സായിബാബ പറയില്ലേ, ശ്രദ്ധ സബൂരി, എനിക്ക് 2 പൈ തരൂ. ശ്രദ്ധ സബൂരി. ശ്രദ്ധ എന്ന് വെച്ചാൽ വിശ്വാസം, സബൂരി എന്ന് വെച്ചാൽ വെയിറ്റ്, കാത്തിരിക്കാനുള്ള ക്ഷമ. അതിനാണ് സബൂരി എന്ന് പറയുന്നത്. അപ്പം വിശ്വാസവും ക്ഷമയും ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് നേടാനാകും, എല്ലാം ഭഗവാൻ സമയത്തിന് നമുക്ക് തന്നുകൊള്ളും എന്നാണ് പറയുന്നത്. നമ്മൾ വിചാരിക്കുന്ന സമയത്തായിരിക്കില്ല കിട്ടുന്നത്, കുറേ കാത്തിരിക്കേണ്ടി വരും. ചിലപ്പം വേഗം കിട്ടും, ചിലപ്പോൾ ഒരുപാട് കാത്തിരിക്കേണ്ടി വരും. അതൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. പക്ഷേ ശ്രദ്ധയും സബൂരിയും ഉപേക്ഷിക്കാൻ പാടില്ല എന്നാണ് ഭഗവാൻ പറയണം. കർമ്മമയമായ ജീവിതം സത്യാനുഭവത്തിലെത്തി ധന്യമാകണമെങ്കിൽ സത്യദർശികളുടെ വാക്കായ ശാസ്ത്രത്തെ അംഗീകരിക്കണമെന്ന് ഭഗവാൻ നിർദ്ദേശിച്ചു. എന്നാൽ ശാസ്ത്ര നിയമങ്ങൾ പൂർണ്ണമായി അറിയുവാനും അനുസരിക്കുവാനും എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ളവർക്ക് ഈശ്വരവിശ്വാസവും ഭക്തിയും അംഗീകരിച്ചുകൊണ്ട് ഭഗവാനെ ആരാധിച്ച് കർമ്മരംഗത്ത് കഴിഞ്ഞുകൂടുകയാണ് സാധിക്കുക. അവരുടെ സ്ഥിതി എന്തായിരിക്കും? അപ്പൊ എല്ലാവർക്കും ഇപ്പൊ സത്യദർശനമൊന്നും സാധിക്കില്ല. അപ്പൊ നമ്മളെ പോലുള്ള സാധാരണക്കാർ എങ്ങനെയാ ജീവിക്കും? നമുക്ക് സത്യമാർഗം സത്യദർശനത്തിനുള്ള ക്ഷമതയൊന്നുമില്ല, അതിനുള്ള ഒരു വൈഭവമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അത് തന്നെയാണ് അർജുനൻ ചോദിക്കുന്നത്. നമ്മൾ നമ്മുടെ കർമ്മങ്ങളൊക്കെ, നല്ല കർമ്മങ്ങൾ, സത്കർമ്മങ്ങൾ, ഭഗവാൻ ഉപദേശിച്ചതുപോലെ സേവനമൊക്കെ ചെയ്ത് അങ്ങനെ നല്ല കർമ്മങ്ങളിൽ ഏർപ്പെട്ട് നമ്മൾ കഴിഞ്ഞുകൂടിയാണ്. അപ്പൊ നമ്മുടെ സ്ഥിതി എന്താവും? നമുക്ക് മോക്ഷം വല്ലതും കിട്ടുമോ? അതാണ് അതിന് ഉത്തരമായിട്ട് ഭഗവാൻ ശ്രദ്ധയെ തന്നെ 3ആയിട്ട് വിഭജിച്ചിരിക്കുകയാണ്. ശ്രദ്ധ, വിശ്വാസം തന്നെ 3 തരത്തിലുണ്ട്. അവിടെയും വരും ഈ രജസും തമസും സത്വവും. എല്ലാത്തിലും ഗുണനിബദ്ധമാണ് ലോകം. പ്രകൃതി എന്ന് വെച്ചാൽ ഗുണനിബദ്ധമാണ്. സൃഷ്ടി എന്ന് വെച്ചാൽ ഗുണങ്ങളിലാണ് അത് ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധയിലും വരും, ആഹാരത്തിലും വരും, ചിന്തകളിലും വരും, എല്ലാത്തിലും ഈ സത്വരജസ്തമോ ഗുണങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇവിടെ ഭഗവാൻ ശ്രദ്ധാത്രയ വിഭാഗയോഗം, ശ്രദ്ധയുടെ 3 വിഭാഗങ്ങൾ, സത്വം, രജസ്, തമസ്, അതിനെയാണ് ഭഗവാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഒരു രോഗി തന്റെ രോഗത്തിനുള്ള ഔഷധം അറിഞ്ഞോ അറിയാതെയോ കഴിച്ചു എന്ന് വരാം. അറിയാതെ സേവിച്ചാലും അയാളുടെ രോഗം ഭേദമാകും, ഇല്ലേ? അറിഞ്ഞുകൊണ്ടായാൽ അത് കുറച്ചും കൂടെ ഭംഗിയായിട്ട് നിർവഹിക്കാൻ കഴിയും. അത്ര മാത്രമേ ഇതിന് ഭേദമുള്ളൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. ദൃഢമായ വിശ്വാസമാണ് ശ്രദ്ധ. അതുപോലും സാത്വിക തലത്തിൽ എത്തിയില്ലെങ്കിൽ മോക്ഷസാധനം ആകുന്നതല്ല. സാത്വികമായ ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മോക്ഷം കിട്ടുള്ളൂ, മനസ്സിലായില്ല? അല്ലെങ്കിൽ നമ്മൾ നല്ല ജീവിതമൊക്കെ ജീവിച്ചേക്കാം, പക്ഷെ മോക്ഷം കിട്ടില്ല. ശ്രദ്ധയെ 3ആയി വിഭജിച്ചുകൊണ്ട് ഭഗവാൻ ഇക്കാര്യം വെളിപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് ഈ അധ്യായത്തിന് ഭഗവാൻ തന്നെ ശ്രദ്ധാത്രയ വിഭാഗയോഗം എന്ന് പേരിട്ടിരിക്കുന്നത്. ശാസ്ത്രമറിയാത്തവർ ദൃഢമായ വിശ്വാസ രൂപത്തിലുള്ള ശ്രദ്ധയെ അവലംബിച്ചുകൊണ്ട് കർമ്മം ചെയ്താൽ അവരെത്തി നിൽക്കുന്നത്
ഗുണമണ്ഡലം ഏതായിരിക്കും? അങ്ങനെ നല്ല ആൾക്കാര് ശാസ്ത്രം അറിഞ്ഞൂടാ, പക്ഷെ വളരെ ശ്രദ്ധയോടുകൂടി വളരെ വിശ്വാസത്തോടുകൂടി ശ്രദ്ധയെ അവലംബിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. അപ്പം അവരുടെ ഗുണമണ്ഡലം ഏതാണ്? അവര് സത്വഗുണമാണോ, രജോ ഗുണമാണോ, തമോ ഗുണമാണോ? ഏത് മണ്ഡലത്തിലാണ് അവർ നിൽക്കുന്നത് എന്നാണ് അർജുനൻ ചോദിക്കുന്നത്. അർജുനൻ പറഞ്ഞു, ये शास्त्रविधिमुत्सृज्य यजन्ते श्रद्धयान्वितः तेषां तिष्ठादु का കൃഷ്ണ സത്വമോഹോ രജസ്തമ. അല്ലയോ കൃഷ്ണ, ആരൊക്കെയാണ് ശാസ്ത്രവിധി ഉത്സൃജ്യ, ഉത്സൃജ്യ എന്ന് വെച്ചാൽ ശാസ്ത്ര നിയമം അനുസരിച്ചുകൊണ്ട്, ശ്രദ്ധയാ അനിത്വ അവരവരുടെ ചിന്തകൾ ഉറച്ച വിശ്വാസത്തോടുകൂടി, യജന്തെ എന്ന് വെച്ചാൽ ചെയ്യുക, യാഗാദി കർമ്മങ്ങളും സ്വകർമ്മവും ഒക്കെ അനുഷ്ഠിക്കുക. തേഷാം അങ്ങനെയുള്ളവർക്ക് നിഷ്ഠാന്തു അവരുടെ ഗുണമണ്ഡലം ഏതായിരിക്കും? സത്വഗുണമാണോ, രജോ ഗുണമാണോ, തമോ ഗുണമാണോ? അല്ലയോ കൃഷ്ണ, ആരൊക്കെയാണോ ശാസ്ത്ര നിയമം ഒന്നും പരിഗണിക്കാതെ അറിയാതെ അവരവരുടെ ചിന്തകളിൽ തന്നെ ഉറച്ച വിശ്വാസത്തോടുകൂടി അവരവർക്ക് അറിയണ മാതിരി അവരവർക്ക് യോജിച്ച മാതിരി യാഗാദി കർമ്മങ്ങളും സ്വധർമ്മവും അനുഷ്ഠിക്കുക, വളരെ വിശ്വാസത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ശ്രദ്ധ വേണമെന്നല്ല പറഞ്ഞത്, നല്ല ശ്രദ്ധയുണ്ട്, നല്ല വിശ്വാസമുണ്ട്, ഏത് കാര്യത്തിലും ശ്രദ്ധയോടുകൂടിയാണ് ചെയ്യുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ അങ്ങനെയുള്ള പല ആൾക്കാരുണ്ട്. അവരെവിടെയാണ് എത്തി നിൽക്കുന്നത്? ഏത് സത്വഗുണമാണോ, രജോ ഗുണമാണോ, തമോ ഗുണമാണോ? അവർ സ്വന്തം ഇഷ്ടപ്രകാരം വളരെ വിശ്വാസത്തോടുകൂടി അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾ ഏത് വിഭാഗത്തിൽ പെടും എന്നാണ് ചോദിക്കുന്നത്. യജന്തേ ശ്രദ്ധയാന്യുത, യജന്ത എന്ന് വെച്ചാൽ ചെയ്യുക, സ്വന്തം ചിന്താഗതി ദൃഢവിശ്വാസത്തോടുകൂടി യജനം ചെയ്യുന്ന മനുഷ്യനെ എവിടെ കൊണ്ടെത്തിക്കുമെന്നാണ് അർജുനന്റെ ചോദ്യം. ഇവിടെ യജനം എന്നതുകൊണ്ട് യാഗാദി കർമ്മങ്ങൾ മാത്രമല്ല അർത്ഥമാക്കുന്നത്, ജീവിത കർമ്മചലനത്തെ ആകെ സ്വന്തം ഉറച്ച വിശ്വാസത്തിന് വേണ്ടി ഒരാൾ യജിച്ചാൽ അയാൾ എവിടെ എത്തുമെന്നാണ്. ജീവിതത്തിൽ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യും, എല്ലാ കർമ്മങ്ങളും വളരെ താൻ വിചാരിക്കുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരാൾ ചെയ്താൽ എവിടെ എത്തുമെന്നാണ് അർജുനന്റെ ചോദ്യം. ഭഗവാൻ പക്ഷെ ഉത്തരം പറയുന്നത്, ചോദ്യം ചോദിക്കുന്നത് അങ്ങനെയാണ്, പക്ഷെ ഭഗവാന് ഉത്തരം പറഞ്ഞത് എങ്ങനെ അറിയോ? ഭക്ഷണം കഴിക്കുന്നത് പോലും സ്വന്തം ശ്രദ്ധയെ സഫലമാക്കാനുള്ള യജ്ഞമായിട്ടാണ് ഭഗവാൻ അംഗീകരിക്കുന്നത്. ഭക്ഷണത്തിൽ പോലും ഭക്ഷണം പോലെ യജ്ഞമായിട്ടാണ് ഭഗവാൻ കാണുന്നത്. ഏത് പ്രവൃത്തിയും ഭഗവാൻ യജ്ഞമായിട്ട് കാണുന്നു, അതിന് അപ്പം അംഗീകരിക്കുന്നു എന്നാണ് മറുപടി. ചിലർ ശാസ്ത്രം പഠിച്ചാലും അതിന് വിരുദ്ധമായ സ്വന്തം ശ്രദ്ധയിൽ ഉറച്ചുകൊണ്ട് ശാസ്ത്ര നിയമങ്ങളെ പുറന്തള്ളിയിട്ട് കർമ്മരംഗത്ത് മുന്നോട്ട് നീങ്ങിയെന്ന് വരാം. നമ്മൾ കാണുന്നുണ്ടല്ലോ, ശാസ്ത്രങ്ങളൊക്കെ അറിയാം, ഈശ്വരൻ നമ്മുടെ നിയമങ്ങളൊക്കെ അറിയാം, പക്ഷെ അതിനെയൊക്കെ തെറ്റിച്ചുകൊണ്ട് അവരവർക്ക് ഇഷ്ടപ്പെട്ട ഒരു വഴിയിലൂടെ അങ്ങനെ സഞ്ചരിക്കുന്നു, വളരെ ശ്രദ്ധയോടെ വിശ്വാസത്തോടെ അങ്ങനെ സഞ്ചരിക്കുന്നു. അങ്ങനെ മറ്റു ചിലർ ശാസ്ത്രം ഗ്രഹിക്കാൻ അവസരം കിട്ടാതെ കർമ്മരംഗത്ത് സ്വന്തം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നു. ചിലർക്ക് ചിലർക്ക് ശാസ്ത്രം അറിയാം, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാം, പക്ഷെ അതിനെ നിരാകരിച്ചുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുന്നു. ചിലർക്ക് അതിന് അവസരം കിട്ടിയിട്ടില്ല, അവർക്ക് അവസരം കിട്ടാതെ ആവുമ്പോ അവരവർക്ക് അറിയുന്ന കാര്യങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അവര് മുന്നോട്ട് പോകുന്നു. ഏത് തരത്തിലായാലും ഉറപ്പായ ഒരു വിശ്വാസമുണ്ട്, അതിനുവേണ്ടി ജീവിതം തന്നെ ഒഴിഞ്ഞു വെക്കാനും തയ്യാറാണ്. നമുക്ക് ഉദാഹരണത്തിന് പറയാം, നമ്മുടെ രാഷ്ട്രത്തിന്റെ നന്മയ്ക്ക് വേണ്ടി കുറെ പേര് ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്നു, നമ്മുടെ രാഷ്ട്രത്തിനെ നശിപ്പിക്കാൻ വേണ്ടി കുറെ പേര് ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്നു. രണ്ടു കൂട്ടരും ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ തന്നെ, അല്ലേ? അപ്പം അവരവരുടെ വിശ്വാസത്തിനനുസരിച്ച് അവർ മുന്നോട്ട് പോവുകയാണ്. പക്ഷെ അവരൊക്കെ ഏത് രീതിയിൽ പെടും, എവിടെ പെടുന്നാണ് ഭഗവാൻ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ഇഷ്ടപ്രകാരം കർമ്മം ചെയ്താൽ നമ്മൾ നല്ല കർമ്മമാണ് ചെയ്യുന്നതെന്ന് അർത്ഥമില്ല. എത്ര വിശ്വാസത്തോടുകൂടിയും ശ്രദ്ധയോടുകൂടിയും ചെയ്താലും നല്ലതല്ലാത്തത് എങ്ങനെ നല്ലതാവും? അതാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. ഭഗവാൻ നൽകുന്ന അതിന്റെ ഗുണഘടന, അങ്ങനെയുള്ള അന്ധകരണത്തിന്റെ ഗുണഘടന എന്തായിരിക്കുമെന്നാണ് ചോദിക്കുന്നത്. ശ്രദ്ധയുടെ ഉറപ്പ് മാത്രമല്ല, ശ്രദ്ധയുടെ സ്വരൂപം രണ്ടും ചേർന്നാണ് ഗുണഘടന തീരുമാനിക്കുന്നത്. അക്കാര്യമാണ് ഭഗവാൻ വിശദമായിട്ട് പറയാൻ പോകുന്നത്. അതായത് ശ്രദ്ധ മാത്രം ഉണ്ടായാൽ പോരാ, അതിന് ഗുണഘടനയുണ്ട്. നമ്മുടെ അന്ധകരണം, നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം, എങ്ങനെയാണ് അതിന്റെ ഗുണഘടന എന്നും കൂടെ. ശ്രദ്ധയുടെ ഉറപ്പ് മാത്രം പോരാ, ശ്രദ്ധയുടെ സ്വരൂപവും രണ്ടും ചേർന്നാണ് ഗുണഘടന തീരുമാനിക്കുന്നത്. അക്കാര്യമാണ് ഭഗവാൻ പറയാൻ പോകുന്നത്. ആദ്യമായി ഭഗവാൻ സ്വരൂപത്തെ ആസ്പദമാക്കി
സ്വരൂപം എന്ന് വെച്ചാൽ ഒരു രൂപം വെച്ചിട്ട് ആ സ്വരൂപത്തെ ആസ്പദമാക്കി ശ്രദ്ധയെ മൂന്നായിട്ട് വിഭജിക്കുകയാണ്. എന്തൊക്കെയാണ്? ശ്രദ്ധയ്ക്ക് ഉറപ്പുണ്ടോ എന്നതല്ല, എന്ത് ശ്രദ്ധിക്കുന്നു എന്നതാണ്. ശ്രദ്ധയ്ക്ക് ഉറപ്പുണ്ടോ എന്നതല്ല, ഒരാൾക്ക് നല്ല ശ്രദ്ധ ഉണ്ടാവും, പക്ഷെ ശാസ്ത്രത്തിന് വിരുദ്ധമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആ ശ്രദ്ധ കൊണ്ട് ഗുണമോ ദോഷമോ ഉണ്ടാകുന്നത് നമുക്ക് തന്നെ ആലോചിക്കാമല്ലോ. അതുകൊണ്ട് ഭഗവാൻ പറയുകയാണ്, ശ്രദ്ധ ദൃഢമാണോ, അതിന് ഉറപ്പുണ്ടോ എന്നതല്ല കാര്യം, അതിന്റെ ഗുണഘടനയെ വേർതിരിക്കുന്ന ഘടകമായിട്ട് എന്താണ്, അതിലാണ് ഇരിക്കുന്നത്, ഗുണത്തിലാണ് കാര്യം. മനസ്സിലായില്ലേ? ഗുണത്തിനനുസരിച്ച് യജിച്ചാൽ മാത്രമേ ശ്രദ്ധയ്ക്ക് ഗുണമുണ്ടാവുള്ളൂ. അതാണ് ഭഗവാൻ പറഞ്ഞു, ത്രിവിധാ ഭവതി ശ്രദ്ധ ദേഹിനാം സാ സ്വഭാവജാ സാത്വികീ രാജസീ ചൈവ താമസീ ചേതി മാം ശൃണു. കേട്ടോളൂ. സത്വഗുണപ്രധാനമായും രജോ ഗുണപ്രധാനമായും തമോ ഗുണപ്രധാനമായും ജീവന്മാർക്ക് സ്വസങ്കല്പം അനുസരിച്ച് നീ പറഞ്ഞ ശ്രദ്ധ 3 വിധത്തിലായിട്ട് വേർതിരിയുന്നു എന്നാണ് പറഞ്ഞത്. ത്രിവിധാ ഭവതി ശ്രദ്ധ, 3 തരത്തിൽ ശ്രദ്ധയുണ്ടാകുന്നു. ദേഹിനാം, അവനവന്റെ സ്വഭാവത്തിന് അനുസരിച്ച്. എങ്ങനെ? സാത്വികയാവാം, രാജസിയാവാം, താമസിയാവാം എന്നാണ് ഭഗവാൻ പറയുന്നത്. ത്രിവിധാ ഭവതി ശ്രദ്ധ. ശാസ്ത്രമനുസരിക്കാത്തവർ എന്നാൽ ശ്രദ്ധയോടെ കർമ്മം ചെയ്യുന്നവർ, അവരൊരു കൂട്ടർ. അവർ ഏത് ഗുണഘടനത്തിൽ എത്തി നിൽക്കുമെന്നായിരുന്നു അർജുനന്റെ ചോദ്യം. ശാസ്ത്രം അനുസരിക്കുന്നില്ല, പക്ഷെ എല്ലാ ശ്രദ്ധയോടുകൂടിയാണ് എല്ലാം ചെയ്യുന്നത്. അവരെവിടെ നിൽക്കുന്നു എന്നാണ്, ഏത് ഗുണത്തിലാണ് നിൽക്കുന്നതാണ് അർജുനൻ ചോദിച്ചത്. അതിന് ഭഗവാൻ പറയുന്നത്, ഗുണഘടന അനുസരിച്ച് ശ്രദ്ധയെ തന്നെ ഭഗവാൻ 3ആയിട്ട് വിഭജിക്കുകയാണ്. എന്നിട്ട് ഗുണഘടനയും ശ്രദ്ധയും പരസ്പര ബന്ധമുള്ളതാണ്. ഗുണഘടന അനുസരിച്ച് ശ്രദ്ധ, ശ്രദ്ധ അനുസരിച്ച് ഗുണഘടന. സത്വഗുണമുള്ള ഒരാൾക്ക് ശ്രദ്ധ സത്വഗുണമായിരിക്കും, അയാളുടെ ഘടന സത്വമായിരിക്കും. അതാണ് പറയണം. അങ്ങനെയാണെങ്കിൽ ഇവയ്ക്ക് വഴിതെളിക്കുന്നത് എന്താണ്? അതിന് മറുപടിയായി സ്വഭാവജ എന്ന ഭഗവാൻ പദമാണ് ഉപയോഗിക്കുന്നത്. സ്വഭാവം, നമ്മുടെ സ്വഭാവം എന്താണ്? നമ്മുടെ പൂർവ്വകർമ്മങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന വാസനകളിലൂടെയാണ് നമുക്ക് സ്വഭാവം ഉണ്ടാകുന്നത്. നമ്മളെല്ലാവരും അവനവന്റെ വാസനയ്ക്കനുസരിച്ചാണ് നമ്മുടെ സ്വഭാവം രൂപീകൃതമായിരിക്കുന്നത്, കഴിഞ്ഞുപോയതും ഇപ്പൊ ചെയ്യുന്നതുമായ ശീലങ്ങളിലൂടെ. അപ്പം ശ്രദ്ധയെ ഉണ്ടാക്കുന്നത് സ്വഭാവമാണ്. വിശ്വാസം നമുക്കുണ്ടാകുന്നത് സ്വഭാവത്തിൽ നിന്നാണ്. സ്വഭാവം, അതാണ് സ്വഭാവം. എന്താണ് സ്വഭാവം? ജീവനെ വേർതിരിക്കുന്ന അതിന്റെ സങ്കല്പ മണ്ഡലമാണ് സ്വഭാവം. സ്വഭാവം, ശ്രദ്ധ, ഗുണഘടന എന്നിങ്ങനെ ജീവന്റെ 3 ഘടകങ്ങളാണ് ഉള്ളത്. ജീവന്റെ 3 ഘടകങ്ങൾ ഏതൊക്കെയാണ്? സ്വഭാവം, ശ്രദ്ധ, ഗുണഘടന. ഗുണഘടന എന്ന് പറഞ്ഞാൽ ഗുണത്തിന്റെ ഘടനയായ സത്വം, രജസ്, തമസ്. എപ്പോഴും സത്വം, രജസ്, തമസ് എന്ന് പറയുന്നതിന് പകരം ഗുണഘടന എന്ന് ഒറ്റ വാക്കിൽ പറയുകയാണ്. ഇതിൽ ഏതാദ്യം തുടങ്ങി ഏത് ചിന്തിച്ചിട്ട് കാര്യമില്ല. 3ഉം ബ്രഹ്മാംശത്തിൽ മായയുടെ ആരോപണങ്ങളാണ്. ഇതിൽ സത്വവും രജസും തമസും എവിടുന്ന് തുടങ്ങിയതാണ്? എല്ലാം ഭഗവാനിൽ നിന്ന് തന്നെ വന്നതാണ്. ഭഗവാനിൽ നിന്നെന്ന് വെച്ചാൽ ഭഗവാന്റെ മായ, വിഷ്ണുമായയുടെ വിഷ്ണുമായ പ്രകടമാക്കിയതാണ് ഈ ഗുണങ്ങളൊക്കെ. അതുകൊണ്ടാണ് പ്രപഞ്ചം ഉണ്ടായത്. പ്രപഞ്ചം ത്രിഗുണങ്ങളാലാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. ഭഗവാന് മായയാണ് അത് സൃഷ്ടിച്ചിരിക്കുന്നത്, ഗുണങ്ങൾ. മനസ്സിലായില്ലേ? അതുകൊണ്ട് 3ഉം ബ്രഹ്മാംശത്തിൽ മായയുടെ ആരോപണങ്ങളാണ്. അതുകൊണ്ട് അവ പരസ്പരം കൂട്ടിപ്പിണഞ്ഞ് ചക്രാകാരമായി വർത്തിക്കുന്നു. 3 ഇങ്ങനെ ചക്രമായിട്ട്, നമ്മളെ വള പോലെ ചക്രമായിട്ട് ഇങ്ങനെ വർത്തിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? ഉയർച്ചയോ, അപ്പൊ അതിന് അന്തർമുഖമായി ഇവിടെ ദിവ്യഭാവന കൊണ്ട് ഒഴിച്ചു മാറുന്നതാണ് സത്യാന്വേഷണം. അത് എപ്പോഴും ഉണ്ടാവും. പക്ഷെ നമ്മള് ബാഹ്യോന്മുഖമായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മുക്തി കിട്ടില്ല. അന്തർമുഖരാവുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് പിൻവലിഞ്ഞുകൊണ്ട് ഭഗവാനെ അന്വേഷിക്കാനായിട്ട് തുടങ്ങാം. മനസ്സിലായില്ലേ? അതാണ് സത്വാന്വേഷണം. ഉയർച്ചയോ താഴ്ചയോ സംഭവിക്കുന്നതും ഒഴിഞ്ഞു മാറുന്നതും എപ്പോഴും ഒരുമിച്ചായിരിക്കും. ഇവയുടെ പരസ്പരാക്ഷേപത്വം വ്യക്തമാക്കാനാണ് ഭഗവാൻ ചോദ്യത്തിന് നേരിട്ടല്ലാതെ ഉത്തരം പറഞ്ഞിരിക്കുന്നത്. അതായത് ഭഗവാൻ ഇങ്ങനെ വളച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഗുണഘടനയിലാണ്. ഗുണഘടനയും സ്വഭാവവും എല്ലാം പരസ്പര പൂരകങ്ങളാണ്, എല്ലാം ഒരുമിച്ച് നിൽക്കുന്നതാണ്. അപ്പം അവരെ അന്തർമുഖരാവുന്നവർക്ക് മാത്രമേ അതിൽ നിന്ന് വേർപിരിഞ്ഞ് വന്ന സത്യാന്വേഷണത്തിന് സാധിക്കുകയുള്ളൂ. ഇങ്ങനെ എന്താണ് ശ്രദ്ധ? ജീവന്റെ സ്വരൂപ നിർണയത്തിൽ ശ്രദ്ധയ്ക്കുള്ള പ്രാധാന്യം എന്താണെന്ന് അർജുനൻ ചോദിച്ചത്. എന്താണ് ശ്രദ്ധ എന്നാല്, അതുപോലെ തന്നെ ജീവന്റെ സ്വരൂപം എന്ന് വെച്ചാൽ ഗുണസ്വരൂപം, സത്തനോ
സത്വഗുണമുള്ളതോ രജോ ഗുണമുള്ളതോ തമോ ഗുണമുള്ളതോ എന്നാൽ ആ ഗുണസ്വരൂപം അത് എങ്ങനെയാണ് വേർതിരിച്ചറിയുക എന്നാണ് ചോദിക്കുന്നത്. ഭാരത സത്വാനുരൂപ സർവസ്യ ശ്രദ്ധാ ഭവതി ഭാരത ശ്രദ്ധാമയോയം പുരുഷ യോ യുദ്ധശ്ച സ ഏവഃ. ഭാരത അല്ലയോ അർജുന, സർവസ്യ സകലർക്കും ശ്രദ്ധ ദൃഢവിശ്വാസം എന്നത് സത്വാനുരൂപ ഏതു തരം ഉണ്മയെ അവർ അനുഭവിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. അവരവരുടെ അനുഭവത്തിനെ ആശ്രയിച്ചിട്ടാണ് അവരുടെ ശ്രദ്ധ എങ്ങനെയാണെന്ന് തീരുമാനിക്കപ്പെടുന്നത്. അവര് അയം പുരുഷ ഈ ജീവാത്മാവ് ശ്രദ്ധയാ വിശ്വാസരൂപിയാണ്. ശ്രദ്ധ ആര് എന്ത് വിശ്വസിക്കുന്നുവോ സ ഏവ അവൻ അത് തന്നെയായി ഭവിക്കുന്നു. ആരെന്താണ് വിശ്വസിക്കുന്നത് അതനുസരിച്ചാണ് അതായി തീരുന്നത്. ഒരാള് നല്ല സർവഗുണസമ്പന്നനായി ഈശ്വരോന്മുഖം മാത്രം തിരിഞ്ഞ് ജീവിക്കുകയാണെങ്കിൽ ഈശ്വരനെ പോലെ തന്നെ ആയിത്തീരും. ഒരാള് മഹാദുഷ്ടനായിട്ട് അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ അസുരനായിത്തീരും. അപ്പൊ ഏത് രീതിയിലാണോ ജീവാത്മാവ് തന്റെ ശ്രദ്ധ ഉറപ്പിക്കുന്നത്, എവിടെയാണോ ഒരു ജീവാത്മാവ് തന്റെ ശ്രദ്ധ ഉറപ്പിക്കുന്നത് അതുപോലെ ആയിത്തീരും. സകലർക്കും ദൃഢവിശ്വാസം എന്നത് ഒരു തരം ഉണ്മയെ അവർ അനുഭവിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. ഏത് തരം ഉണ്മയാണ് അവർ ആശ്രയിക്കുന്നത്? ഈ ജീവാത്മാവ് വിശ്വാസരൂപിയാണ്. എല്ലാ ജീവാത്മാക്കൾക്കും വിശ്വാസമുണ്ട്. വിശ്വാസമില്ലാതെ ലോകത്ത് ആരുമില്ല. എന്തെങ്കിലും ഒരു വിശ്വാസം എല്ലാവർക്കും ഉണ്ട്, അല്ലെ? ആരെന്ത് വിശ്വസിക്കുന്നുവോ അതായിത്തീരുന്നു, അവർ അതായിത്തീരുന്നു. ശ്രദ്ധാമയോയം പുരുഷ, ശ്രദ്ധാമയനാണ് പുരുഷൻ. ജീവസ്വരൂപം നിർണയിക്കുന്ന വ്യക്തമായ ഈ നിയമമാണ് ഭഗവാൻ ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടുത്തെ സത്വപദത്തിന് സത്വഗുണമെന്നോ ശ്രദ്ധാപദത്തിന് ഈശ്വര വിശ്വാസമെന്നോ അർത്ഥം പറഞ്ഞാൽ ഈ ജീവിത നിയമം സങ്കുചിതമായി തീർന്ന് ആശയക്കുഴപ്പം ഉണ്ടാക്കും. സത്തിന്റെ ഭാവമാണ് സത്വം. സത്വം എങ്ങനെയോ ശ്രദ്ധ അങ്ങനെ. അതായത് ഉണ്മയെ അഥവാ നിലനിൽപ്പിനെ ഒരാൾ എങ്ങനെ അനുഭവിക്കുന്നുവോ അതിനനുസരണമായിട്ടാണ് അയാളുടെ ശ്രദ്ധ രൂപം കൊള്ളുന്നത്. അപ്പോൾ ശ്രദ്ധ എന്ന പദത്തിന് വിശ്വാസം എന്നർത്ഥം. ഒരാൾ നിലനിൽപ്പിനെ വെറും ഭൗതികമായിട്ട് അനുഭവിക്കുകയാണെങ്കിൽ അതനുസരിച്ചായിരിക്കും അയാളുടെ ശ്രദ്ധ പോകുന്നത്, അല്ലെ? അയാളുടെ വിശ്വാസം പോകുന്നത്. ഓരോരുത്തരുടെയും പ്രത്യേക അനുഭവത്തെ ആശ്രയിച്ചാണ് ഓരോരുത്തർക്കും സത്യം ഭിന്നമായി തീരും. നമ്മൾ ഒരേ സത്യം തന്നെ പലതായിട്ട് കാണുന്നതിന്റെ കാരണം എന്തുകൊണ്ടാണ്? ഓരോ ജീവാത്മാവിന്റെയും സ്വഭാവത്തിലുള്ള വ്യത്യാസം കൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത്. ജഡഭൂതങ്ങളാണ് സത്യമെന്ന് ചിലർ പറയുന്നു. പ്രാണനാണ് സത്യമെന്ന് വേറൊരു കൂട്ടർ, ഗുണങ്ങളാണ് സത്യമെന്ന് ഇനിയൊരു കൂട്ടർ. തഥസംഖ്യകളുടെ ഘടനയിൽ തന്നെ മതഭേദങ്ങളുണ്ട്. പ്രകൃതിയും പുരുഷനും രണ്ടാണെന്ന് ചിലർ, ഒന്നാണെന്ന് മറ്റു ചിലർ. ഇങ്ങനെ പോകുന്നു മതഭേദം. ഇങ്ങനെ പോകുന്നു ഓരോരുത്തരുടെയും മതം എന്ന് വെച്ചാൽ ഇവിടെ തത്വം എന്നുള്ള അർത്ഥത്തിലാണ്, അല്ലാതെ റിലിജിയൻ അല്ല. ഓരോരുത്തരുടെയും വിശ്വാസ പ്രമാണത്തിനനുസരിച്ച് പല അഭിപ്രായങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ജീവൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധാമയനാണ്. ശ്രദ്ധ ഏതായാലും ശ്രദ്ധയുണ്ട്, അത് തീർച്ച. അതുകൊണ്ട് അയാളുടെ ശ്രദ്ധയ്ക്കനുസരിച്ച് അയാളുടെ ജീവിതം ഉരുത്തിരിഞ്ഞു വരുന്നു. പരമാത്മാവായ ഉത്തപുരുഷന്റെ സാക്ഷാത്കാരവും ശ്രദ്ധാമയമല്ലേ എന്ന് ചിലർ ചോദിച്ചേക്കാം. സങ്കല്പാത്മികമാണ് ശ്രദ്ധ. അവനവന്റെ മനസ്സിന്റെ സങ്കല്പത്തിനനുസരിച്ചാണ് അവനവന്റെ വിശ്വാസം ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് സങ്കല്പാത്മികമാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് ജീവസ്വരൂപമാണ്. പരമാത്മ സാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്നത് ശ്രദ്ധയാണ്. വിശ്വാസം തന്നെയാണ് പരമാത്മ സാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്നത്. ഗുരുമുഖത്തു നിന്നും വസ്തുസ്ഥിതി ധരിച്ച് ഈ പ്രപഞ്ചം പരമാത്മമയമാണെന്ന് സങ്കല്പിച്ചുറച്ചാൽ പുരുഷൻ ശ്രദ്ധാമയനായതുകൊണ്ട് പരമാത്മാനുഭവത്തിനുള്ള വഴി വെളിപ്പെടും. അല്ല, ഒരു ഗുരുമുഖത്തുനിന്ന് അന്വേഷണം ഉപദേശം സ്വീകരിച്ചുകൊണ്ട് അതിൽ പൂർണ്ണമായ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് അങ്ങനെ പോകുന്ന ഒരാൾക്ക് പരമാത്മാനുഭവം ഉണ്ടാകും. പക്ഷേ പരമാത്മാനുഭവം വന്നു കഴിഞ്ഞാൽ അത് മറ്റനുഭവങ്ങളെ പോലെ അല്ല. ഒരിക്കൽ പരമാത്ഭാവം അല്ലെങ്കിൽ സാക്ഷാത്കാരം ലഭിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ഒരിക്കലും മാറില്ല. മറ്റനുഭവങ്ങൾ അങ്ങനെയല്ല. മറ്റനുഭവങ്ങൾക്ക് മാറ്റമുണ്ടാകും. സങ്കല്പം പാടെ ഒഴിഞ്ഞു മാറും. അതായത് പരമാത്മാവിനെ നമുക്ക്
ഈശ്വര സാക്ഷാത്കാരം ലഭിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഈശ്വര സാക്ഷാത്കാരം കഴിച്ച ഒരുപാട് മഹൽ പുരുഷന്മാരും ഗുരുക്കന്മാർക്കൊന്നും ഒരു മാറ്റവും ഉണ്ടാവാത്തത്. അവരൊരുപോലെ ഇരിക്കുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് നാം പരമാത്മാവ് ശ്രദ്ധാതീതമായ സത്യമാണ്. അതിൽ ആരെങ്ങനെ ശ്രദ്ധിക്കുന്നുവോ അതനുസരിച്ച് അയാളുടെ ജീവഭാവം കൈക്കൊള്ളുന്നു. ശ്രദ്ധ എങ്ങനെയോ ജീവിതം അങ്ങനെ. സനാതനമായ ജീവിത നിയമമാണത്. അദ്വൈത ബോധം വന്ന ശ്രദ്ധയെ ദിവ്യഭാവനയോട് ഉയർത്തി ഉയർത്തി ഉപേക്ഷിച്ചാൽ ജീവന് പരമാത്മാവുമായി ഏകീഭവിക്കാം. അതാണ് മോക്ഷം എന്ന് പറയുന്നത്. അതായത് ശ്രദ്ധയ്ക്കനുസരിച്ചാണ് ഈശ്വര വിശ്വാസം രൂപം കൊള്ളുന്നത്. അതെങ്ങനെയെന്നാണ് ഭഗവാനിധി പറയാൻ പോണത്. യജന്തേ സാത്വികാ ദേവാൻ യക്ഷരക്ഷാംസി രാജസാഹ പ്രേതാൻ ഭൂതഗണാംശ്ചാന്യേ യജന്തേ താമസാ ജന. യജന്തേ എന്ന് വെച്ചാൽ യജിക്കുക. യജിക്കുക എന്ന് വെച്ചാൽ ഭജിക്കുക, പ്രാർത്ഥിക്കുക, പൂജിക്കുക എന്നുള്ള അർത്ഥമാണ്. സാത്വികരായുള്ള ആൾക്കാര്, സാത്വികമായ വിശ്വാസമുള്ളവർ, ശ്രദ്ധയുള്ളവർ, സത്വഗുണ പ്രധാനന്മാരായ ദേവന്മാരെ ഭജിക്കും. സാത്വികമുള്ളവർ അവര് യാഗാദി കർമ്മങ്ങളിലൂടെ ശരിയായ ശാസ്ത്രവിധി പ്രകാരം ദേവന്മാരെ പൂജിക്കുന്നു. രാജസ ശ്രദ്ധയുള്ളവരാണെങ്കിലോ രജോ ഗുണ പ്രധാനന്മാരെ യക്ഷന്മാരെ, അതായത് വൈശ്രവണൻ, കുബേരൻ, വൈശ്രവണൻ തന്നെ കുബേരൻ, കുബേരൻ, ഇന്ദ്രൻ ആദിയായ ലെസ്സർ ഗോഡ്സിനെയാണ് അവർ പ്രാർത്ഥിക്കുന്നത്. അവർക്ക് വേഗം പ്രയോജനം കിട്ടും, പക്ഷെ അത് ശാശ്വതമായിരിക്കില്ല. അതാണ്. പിന്നെയോ കുറച്ചും കൂടെ താഴ്ന്ന നിലയില് പിന്നെ ശ്രദ്ധയുള്ളവർക്ക് പിന്നെ രജോ ഗുണികളായവർ യക്ഷന്മാരെയും രാക്ഷസന്മാരെയും പൂജിക്കുന്നു. മറ്റ് താമസ ശ്രദ്ധയുള്ളവരാണെങ്കിലോ തമോ ഗുണപ്രധാനരായ ഭൂതഗണങ്ങളെയും ഭൂതപിശാചുക്കളെയും കുട്ടിച്ചാത്തൻ സേവ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ളവരെയൊക്കെ പൂജിക്കുന്നതാണ്. ചാത്തൻ സേവയൊക്കെ ഉള്ളവര് തമോ ഗുണപ്രധാനമായ പൂജയാണ് ചെയ്യുന്നത്. ശ്രദ്ധയും ഈശ്വര വിശ്വാസവും. അജ്ഞനും അല്പബുദ്ധിയുമായ മനുഷ്യന് ഒരാശ്രയമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഒരാശ്രയം കൂടിയേ തീരൂ. അങ്ങനെയാണ് ഈശ്വര സങ്കല്പങ്ങൾ ഉണ്ടായത്. ജഗത്തിനാശ്രമായ പരമസത്യം ഒന്നേയുള്ളൂ. അത് ശ്രദ്ധാതീതമാണ്. അതായത് ഭഗവാൻ എന്നുള്ളത്, പരമാത്മാവ് എന്നുള്ളത് എല്ലാത്തിനും അതീതമായി നിലകൊള്ളുന്നതാണ്. പക്ഷേ ആ സത്യവസ്തുവിൽ ശ്രദ്ധ അഥവാ സങ്കല്പം ആവിർഭവിക്കുമ്പോഴാണ് ജീവൻ ഉണ്ടാകുന്നത്, ജീവന് ഉൽപ്പത്തി ഉണ്ടാകുന്നത്. പരമാത്മാവ് ഇങ്ങനെ മാറി നിൽക്കുകയായിരുന്നു. ആ പരമാത്മാവ് അവിടെ എപ്പോഴും ശാശ്വതമായി നിലകൊള്ളുന്ന ഒരു ചൈതന്യമാണ്. അത് ശ്രദ്ധാതീതവുമാണ്. ആ സത്യവസ്തുവിൽ ശ്രദ്ധ സങ്കല്പം ആവിർഭവിച്ചപ്പോഴാണ് ജീവാത്മാക്കൾ ഉണ്ടായത്. അങ്ങനെയാണ് ജീവൻ ഉണ്ടായത്. ആ ജീവനും ശ്രദ്ധാമയനാണ്. പരമസത്യം ഗ്രഹിക്കാൻ കഴിയാത്ത ജീവന്മാർ അവരവരുടെ ശ്രദ്ധയ്ക്ക് അനുഭവമായിട്ട് ഈശ്വര സങ്കല്പത്തെ ഓരോരുത്തർ കൊടുക്കുന്ന രൂപം, അവരവരുടെ ശ്രദ്ധയ്ക്ക് അനുസരിച്ചാണ് ഓരോരുത്തർ ഈശ്വരന് രൂപം കൊടുക്കുന്നത്. പരമാത്മ ഭിന്നങ്ങളായ എല്ലാ ഈശ്വര സങ്കല്പങ്ങളും ഇങ്ങനെ ആവിർഭവിച്ചു. അതായത് പരമാത്മാവ് എന്നുള്ള ചൈതന്യത്തെയും നിലനിർത്തിക്കൊണ്ട് തന്നെ ആൾക്കാർ നാനാതരത്തിലുള്ള ദേവന്മാരെയും അസുരന്മാരെയും പിശാചുക്കളെയും എല്ലാം പൂജിക്കുന്നില്ലേ. ഭഗവാൻ അവിടെ നിലനിൽക്കുന്നുണ്ട്, അതിനെല്ലാത്തിനും അതീതനായിട്ട്. പക്ഷേ ഈശ്വര സങ്കല്പങ്ങൾ ഓരോരുത്തരുടെ ഭാവനയ്ക്കനുസരിച്ച് ഉണ്ടാക്കിയിട്ട് അതനുസരിച്ച് അവര് യജിക്കുന്നു, പൂജിക്കുന്നു. മനസ്സിലായില്ലേ? ജീവന്റെ ശ്രദ്ധ എങ്ങനെയാണോ ആ രൂപത്തിൽ ബോധകനമായ സത്യം അനുഭവപ്പെടുന്നു. ഈ നിയമം അനുസരിച്ച് ആര് ഏത് ദേവതാരൂപത്തെ ഭജിക്കുന്നുവോ ആ രൂപത്തിൽ ബ്രഹ്മം പ്രത്യക്ഷനായി അവന്റെ അഭിലാഷം നിറവേറ്റും. നമ്മൾ ഏത് തരത്തിലാണോ പൂജിക്കുന്നത്, കൃഷ്ണനായിട്ടാണോ സായി ആയിട്ടാണോ, ഒരു 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 കാളയായിട്ട് പൂജിച്ചപ്പം ഓച്ചറയില് പരബ്രഹ്മം കാളയായിട്ട് പ്രത്യക്ഷപ്പെട്ടു അല്ലേ, ഒരു ഭക്തന്റെ മുമ്പില്. ഭക്തൻ പോലും ആയിരുന്നില്ല, അറിഞ്ഞുകൂടായിരുന്നു. ഗുരു പറഞ്ഞു കാളയാണ് ഈശ്വരൻ. ഓ ശരി, എന്നാ കാളയാണെന്ന് പറഞ്ഞിട്ട് ഭജിക്കാൻ തുടങ്ങി. അപ്പം ഓച്ചറ പരബ്രഹ്മം കാളരൂപത്തിൽ അയാളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഏത് രൂപത്തിൽ നമ്മൾ ധ്യാനിക്കുന്നുവോ ആ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടും. എന്നിട്ട് ആ ഭക്തന്റെ അഭിലാഷം നിറവേറ്റും. അതുകൊണ്ട് ആളുകൾക്ക് വിവിധതരത്തിലുള്ള ഈശ്വര സങ്കല്പങ്ങളിൽ വിശ്വാസം ഉറയ്ക്കാനും ഇടയായി. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ കൃഷ്ണനെയാണ് പ്രാർത്ഥിക്കുന്നത്. കൃഷ്ണന്റെ ഗുണങ്ങൾ നമ്മൾ കൃഷ്ണന്റെ പ്രത്യക്ഷമായിട്ട് ഗുരുവായൂരപ്പന്റെ അനുഭവം, അയ്യപ്പ സ്വാമിയുടെ അനുഭവം, സായിയുടെ അനുഭവം, ഷിർഡി സായിയുടെ അനുഭവം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാം. അല്ലെങ്കിൽ യേശു, അല്ലെങ്കിൽ അല്ല, എല്ലാവർക്കും എല്ലാ അനുഭവങ്ങളും ഉണ്ടാവുന്നുണ്ടല്ലോ. അതിലൊക്കെ ആൾക്കാർ വിശ്വസിക്കുന്ന എന്തുകൊണ്ടും ഈ സങ്കല്പങ്ങളൊക്കെ ഉണ്ടായത് എന്തുകൊണ്ടാണ്? അവരവരുടെ സങ്കല്പത്തിനനുസരിച്ച് ഭജിച്ചപ്പോൾ അവർക്ക് ഫലം കിട്ടിയത് കൊണ്ടാണ്
പിന്നെ ഒരുപാട് സങ്കല്പങ്ങൾ ഇങ്ങനെ ഉണ്ടായത്. ഈശ്വര സങ്കല്പങ്ങൾ വിശ്വാസം ഉറയ്ക്കാൻ കാരണമായത് അതുകൊണ്ടാണ്. ശാസ്ത്രവിധി വിട്ടിട്ട് സ്വധർമ്മം അനുഷ്ഠിക്കുന്നതിന്റെ ഗുണഘടന എന്താണ് എന്ന് ചോദിച്ചപ്പം ഭഗവാൻ പറയാണ്, ശ്രദ്ധയും ഗുണഘടനയും വേർതിരിക്കാവുന്നതല്ല. ഗുണഘടനയ്ക്കനുസരിച്ചാണ് ശ്രദ്ധയ്ക്കനുസരിച്ചാണ് ഗുണഘടന. അപ്പൊ ഒരാൾക്ക് സത്വഗുണ പ്രധാനമായ സ്വഭാവത്തിലാണ് ഒരാൾ ജനിച്ചതെങ്കിൽ അയാളുടെ ശ്രദ്ധ സത്വത്തിലേ പോവുള്ളൂ. അതുപോലെ രജോ ഗുണമാണ് ഒരാളുടെ സ്വഭാവത്തിൽ സങ്കല്പങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നതെങ്കിൽ അയാൾ രജോ ഗുണ പ്രധാനമായ ഈശ്വര സങ്കല്പങ്ങളിലേക്ക് പോകും, അതിനെയൊക്കെ പൂജിക്കാൻ തുടങ്ങും. തമോ ഗുണികളായിട്ടുള്ളവർക്ക് അങ്ങനെയുള്ള ഈശ്വര സങ്കല്പങ്ങളിലേക്ക് അവർ പോയിട്ട് അങ്ങനെയുള്ളവരെ അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങും. മനസ്സിലായില്ലേ? അതിനെ രണ്ടിനെയും മാറ്റിയെടുക്കുക. അപ്പോൾ ഒരാൾ അവശ്യം ചെയ്യേണ്ട ബോധപൂർവം ഇവ രണ്ടിനെയും മാറ്റി ഈശ്വരവിശ്വാസത്തിന്റെ കാര്യത്തിൽ വേർതിരിച്ച് കാണിക്കുന്നു. ജീവനിലെ ഗുണഘടന ജഗത്തിലും അതേ ഗുണഘടനയോട് ബന്ധപ്പെട്ടിരിക്കും. അതായത് ഇപ്പൊ ഞാനൊരു രജോ ഗുണ പ്രധാനിയാണെങ്കിൽ എൻ്റെ ചുറ്റും ഞാൻ എല്ലാം രജോ ഗുണത്തിലാണ് എനിക്ക് ശ്രദ്ധ പതിയുക. നമുക്ക് സത്വഗുണത്തിലാണ്, സത്വഗുണ പ്രധാനിയാണ് ഞാനെങ്കിൽ എനിക്ക് എല്ലാ സത്വികമായ കാര്യങ്ങളിലായിരിക്കും നമ്മുടെ ശ്രദ്ധ പതിയുക. അതുപോലെ തമോ ഗുണത്തിലാണ് നമ്മുടെ സ്വഭാവം നിൽക്കുന്നതെങ്കിൽ ജഗത്തിലും തമോ ഗുണമായ എല്ലാത്തിലേക്കും നമ്മുടെ ശ്രദ്ധ പോകും. അതുകൊണ്ടാണ് ബേർഡ്സ് ഓഫ് ദ സെയിം ഫെദേഴ്സ് ഫ്ലോക്ക് ടുഗദർ എന്ന് പറയുന്നത്. ഒരേ ചൂവൽ പക്ഷികൾ ഒരുമിച്ച് കൂടുന്നു എന്ന് പറയും. എന്റെ കാരണം എന്താണ്? ഒരേ ആശയം, ഒരേ ഗുണഘടന, ഒരേ താമസമോ രാജസീയമോ സാത്വികമാവട്ടെ, ഓരോ സ്വഭാവമുള്ളവരൊക്കെ ഒരുമിച്ച് കൂടുമ്പം അവർക്ക് സന്തോഷമുണ്ടാവുന്നുള്ള കാരണം അതാണ്. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് അപ്പൊ കർമ്മത്തിന്റെയും ലൗകിക സുഖത്തിന്റെയും ഗുണമാണ് രജസ്. അങ്ങനെയുള്ളവർ ഇന്ദ്രൻ, കുബേരൻ തുടങ്ങിയ രജോ ഗുണപ്രധാന്മാരായ ദേവന്മാരെ ഭജിക്കും. മോഹത്തിന്റെ ഗുണമാണ് തമസ്. തമസ്യായി ശ്രദ്ധയുള്ളവർ മാടൻ, മന്ത്രം, മുത്രി മുതലായവരെ ഭജിക്കും. സത്വഗുണപ്രധാനികളായുള്ളവർ മഹാവിഷ്ണു അങ്ങനെയുള്ള തേജസ്വരൂപികളായ സാത്വിക പ്രധാനന്മാരായ ദേവന്മാരെ ഭജിക്കും. ഇപ്പോ ഇവിടെ പൂജാ സാമഗ്രികളിലും പൂജാക്രമങ്ങളിലും ഒക്കെ ഈ ഗുണങ്ങളുടെ പ്രതിഫലനം കാണാം. താമസിക പൂജ ചെയ്യുന്നവർ മാടനും മർദ്ദയ്ക്കും ഒക്കെ പൂജ ചെയ്യുന്നവർ മത്സ്യമാംസാദികളൊക്കെ നേദിക്കും, ഇല്ലേ? അതാണ്. അതുപോലെ രാജസീയമായ ഇൻട്രസ്റ്റ് ഉള്ളവരും അങ്ങനെയുള്ള ഭക്ഷണമൊക്കെ ഭഗവാന് നേദിക്കും. അതുപോലെ തന്നെ സത്വപ്രധാനം ആയവരും. അപ്പം അവരുടെ എല്ലാ കർമ്മങ്ങളിലും, അവർ ചെയ്യുന്ന ആരാധന വിധികളിലും, അവരുപയോഗിക്കുന്ന പൂക്കളിലും, അവരുപയോഗിക്കുന്ന പൂജാ സാമഗ്രികളിലും, അവരുപയോഗിക്കുന്ന പൂജാ രീതികളിലും എല്ലാം ഈ ഗുണഘടന പ്രതിഫലിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. അങ്ങനെ ഗുണമയമായ ഈ ലോകത്തെ ഈശ്വരവിശ്വാസത്തിൽ ഇത്തരം ഭേദങ്ങളും പൂജാ വൈവിധ്യങ്ങളും എക്കാലത്തും തുടർന്നുകൊണ്ടേയിരിക്കും. എന്ന് വിട്ടാൽ ശ്രദ്ധാമയനാണ് അഥവാ ഗുണമയനാണ് ജീവാത്മാവ് എന്ന് പറയുന്നത് ഗുണങ്ങളും ശ്രദ്ധയും വിശ്വാസവുമുള്ള ആളാണ്. ഒരാത്മാവാണ് ജീവാത്മാവ്. ആ ജീവാത്മാവ് ഉള്ളിടത്തോളം കാലം ഇതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ രീതിയില് വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പൂജകളിലും ആരാധനകളിലും ജീവിത രീതികളിലും ഒക്കെ ഈ ഗുണഘടനയ്ക്കനുസരിച്ച്, ഓരോരുത്തരുടെ ഗുണഘടനയ്ക്കനുസരിച്ച് ഈ ലോകത്ത് എന്നും നിലനിൽക്കുന്നതാണ് ഭഗവാൻ തന്നെ പറയുന്നത്. അത് തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം ശ്രദ്ധാമയനും ഗുണമയനുമാണ് ജീവൻ. അതുകൊണ്ട് എന്തായാലും തമോ ഗുണപ്രധാനവും രജോ ഗുണപ്രധാനവുമായ ഈശ്വര സങ്കല്പങ്ങളും പൂജാവിധാനങ്ങളും ആസുര സമ്പത്ത് വളർത്തുന്നതിനെ ഉപകരിക്കുള്ളൂ. അതുകൊണ്ട് അത് നല്ലതല്ല. കാരണം നമ്മളെ നിവദിപ്പിക്കുകയാണ്, നമ്മളെ അധപ്പതനത്തിലേക്ക് നയിക്കും. ആസുര സമ്പത്തിലേക്ക് നമ്മൾ ചെന്ന് വീണാൽ, ആസുര സമ്പത്തിൽ നമ്മൾ വിസ്തരിച്ച് പറഞ്ഞല്ലോ എന്തൊക്കെയാണ് അസുര സ്വഭാവങ്ങൾ എന്ന്. അങ്ങനെയുള്ള സ്വഭാവങ്ങളാണ് നമുക്ക് ഈ പൂജകൾ കൊണ്ട് ആർജിക്കേണ്ടി വന്നാൽ നിരന്തരം അതിൽ തന്നെ നമ്മൾ കടന്നു പോവില്ല. ഒരിക്കലും നമ്മൾക്ക് ഉയർച്ച ഉണ്ടാവില്ല. സാത്വികമായ കാര്യങ്ങളിലേക്ക് നമുക്ക് ഉയർച്ച ഉണ്ടാവില്ല. അതുകൊണ്ട് എന്തായാലും രജോ ഗുണപ്രധാനവും തമോ ഗുണപ്രധാനവുമായ ഈശ്വര സങ്കല്പങ്ങളും പൂജാ സംവിധാനങ്ങളും എല്ലാം ആസുര സമ്പത്ത് വളർത്താനേ ഉപകരിക്കൂ. അത് സത്യദർശനത്തിന് ഒരിക്കലും ഉപകാരപ്പെടുകയില്ല. അതായത് നമുക്ക് ഒരിക്കലും ആ രീതികൾ പിന്തുടരുന്നുകൊണ്ട് മോക്ഷം ലഭിക്കില്ല. നമുക്ക് ഐശ്വര്യം ലഭിക്കും, നമുക്ക് ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടാവാം, നമുക്ക് സന്തോഷമുണ്ടാവാം നമ്മുടെ ജീവിതത്തിൽ. പക്ഷേ ആ സത്വിക പ്രധാനമായ പൂജകൾ ചെയ്യുന്നതിലൂടെ പരബ്രഹ്മ പ്രാപ്തിയിലൂടെ ഉണ്ടാവുന്ന ആനന്ദം, ആ സ്റ്റേജിലേക്ക് നമ്മൾ ഒരിക്കലും എത്തുകയില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്.
അപ്പം നമുക്ക് ഇവിടെ നിർത്താം, അല്ലെങ്കിൽ നാളെ എടുക്കാം ബാക്കി. കാരണം അല്ലെങ്കിൽ തീരില്ല. അതുകൊണ്ട് സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ജ്ഞാനേന മാർഗേണ മഹീമഹീഷാം ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം. സായിരാം അമ്മേ.